നമസ്കാരം. ഞാൻ ഡോക്ടർ സെബി വർഗീസ്, കോസ്മെറ്റിക് ഡെൻറ്റിസ്ട്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഈ വെബിനാറിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മനുഷ്യൻ്റെ അടങ്ങാത്ത ആഗ്രഹമാണ് യുവത്വം നിലനിർത്തുക എന്നുള്ളത്. യുവത്വം നിലനിർത്തുന്നത് സൗന്ദര്യത്തിൻ്റെ തലത്തിലാണ്. സൗന്ദര്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ ദർശിക്കുന്നത് ചിരികളിലൂടെയാണെന്നാണ് പൊതുവെ പറയാറുള്ളത്. ചിരിയുടെ സൗന്ദര്യം ആത്മവിശ്വാസം നൽകുന്നു എന്നുള്ളതാണ് വളരെയധികം പേരെ ചികിത്സിച്ചതിലൂടെ എനിക്ക് മനസ്സിലായ കാര്യം. അതുകൊണ്ട് തന്നെ സൗന്ദര്യവർദ്ധക ചികിത്സകൾ എല്ലാം തന്നെ ആത്മവിശ്വാസം കൂട്ടുന്നത് കൊണ്ടാണ് നാം എല്ലാവരും അതിനുവേണ്ടി അങ്ങനെയുള്ള ചികിത്സ തേടുന്നത്. ഒരുപക്ഷെ ആത്മവിശ്വാസത്തിൻ്റെ പ്രശ്നം നാം വളരെ വൈകിയായിരിക്കും മനസ്സിലാക്കുന്നത്. എല്ലാവരും പറയുക, പല്ല് പൊങ്ങിയിരിക്കുന്നു, പല്ലിൻ്റെ ഇടയിൽ വിടവുണ്ട്, പല്ലിൻ്റെ കളറ് വേറെയാണ്, ഇങ്ങനെയുള്ള വിഷയങ്ങളായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ പല്ല് പൊങ്ങിയതുകൊണ്ടല്ല, പല്ലിൽ ഗ്യാപ്പുള്ളതുകൊണ്ടല്ല, പല്ലിൽ കളറുള്ളതുകൊണ്ടല്ല, അത് മൂലം മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് നമ്മളെ തുറന്ന് പ്രദർശിപ്പിക്കാനാകുന്നില്ല, ചിരിയിലൂടെ തുറന്ന് പ്രദർശിപ്പിക്കാനാകുന്നില്ല എന്നുള്ളതാണ് നമ്മളെ അലട്ടുന്ന പ്രശ്നം. അങ്ങനെ വരുമ്പോഴാണ് പൊതുവെ ഡെൻറ്റിസ്റ്റ്മാരുടെ അടുത്ത്, പ്രത്യേകിച്ച് കോസ്മെറ്റിക് ഡെൻറ്റിസ്റ്റ്മാരുടെ അടുത്ത് ചികിത്സയ്ക്കായി അല്ലെങ്കിൽ ഒരു അഡ്വൈസിനായി, ഉപദേശത്തിനായി നിങ്ങൾ വരുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നൊരു വിഷയം പല്ലിൻ്റെ ഗ്യാപ്പ് പൊങ്ങിയത്, പല്ലിൻ്റെ ക്രമം തെറ്റൽ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കമ്പിയിടാതെ എങ്ങനെ ശരിയാക്കാം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കമ്പിയിടാതെ ശരിയാക്കേണ്ടത്? ഒരു പ്രായം കഴിഞ്ഞാൽ ഈ കമ്പിയിട്ടുകൊണ്ടൊക്കെ നടക്കുന്നത് എനിക്ക് ചേർന്നതാണോ, എൻ്റെ പ്രായത്തിൽ ഇതൊരു ഓക്വേർഡല്ലേ എന്ന് ചിന്തിക്കുന്നവരാണ് മലയാളികളായ ഭൂരിപക്ഷം പേരും. ഒരുപക്ഷെ എന്നെ ശ്രമിക്കുന്നവർ വളരെ വിദേശ രാജ്യത്ത് ജീവിക്കുന്നവരായിരിക്കാം. നിങ്ങൾ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരിൽ വാർദ്ധക്യം വരെ അവരിലുള്ള സൗന്ദര്യബോധവും അവരിലുള്ള യുവത്വവും നിലനിർത്താനായിട്ട് അവർ വളരെ ശ്രദ്ധിക്കും. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അവരെന്ത് ചെയ്യും? അവരുടെ വായിലെ പല്ലുകൾ അല്ലെങ്കിൽ അവരുടെ ചിരി എല്ലാം നിലനിർത്തുന്നതിനായിട്ട് നഷ്ടപ്പെട്ട പല്ലുകളെ പുനഃസ്ഥാപിക്കുകയും മറ്റു സൗന്ദര്യ പ്രശ്നങ്ങളെ ചികിത്സിച്ച് കൂടുതൽ ആത്മവിശ്വാസത്തോടെ മുന്നേറാനായിട്ടാണ് ആ പ്രായത്തിലും അവർ ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മളുടെ മുഖത്തിൻ്റെ സൗന്ദര്യമാണ് പ്രധാനമായിട്ടും ഈ ചികിത്സയിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. മുഖം, മുടി, പുരികം, ചുണ്ടുകൾ, ചീക്ക് ബോൺസ്, ചീക്ക്, താടി, ഇതെല്ലാം ഒരുപാട് പേരിൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുകയായിരിക്കും. ചിലരിൽ മാത്രമാണ് അത് ഈക്വൽ അളവിൽ ഉണ്ടാവുക. ഇവിടെ നോക്കുമ്പോൾ ഈ മൂക്കിന് താഴെ തുടങ്ങി താടി വരെ ഒരളവ്, ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ ഒരളവ്, ഇവിടെ നിന്ന് തുടങ്ങി ഒരളവ്, ഈ മൂന്നും ഒരേപോലെ കിട്ടുന്ന ചില സിനിമ നടന്മാരുടെ മുഖം ഭയങ്കര പെർഫെക്റ്റാന്ന് പറയും. അത് ഒരാളാണ് സൽമാൻ ഖാൻ, നേരത്തെ ചെറുപ്പത്തിൽ, പിന്നെ ഷാഹിദ് കപൂർ. ഇവരുടെയൊക്കെ ഫേസിൽ ഒരു 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 യുണീക്നെസ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മുഖ സൗന്ദര്യത്തിൽ എല്ലുകളുടെയും പല്ലുകളുടെയും ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ ഒരുപാട് വായിച്ചിട്ടുണ്ടെങ്കിലും ഇതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. എല്ലുകളുടെ വളർച്ചയും പല്ലുകളുടെ പൊസിഷനിങ്ങും ഈ മുഖസൗന്ദര്യത്തിൽ വലിയൊരു മാറ്റം കൂട്ടുന്നുണ്ട്. എന്താണ് എല്ലുകൾ? ഈ പല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്ന മുകളിലത്തെ എല്ലിനെയാണ് മാക്സില്ല എന്ന് പറയുന്നത്.
പല്ലുകൾ ഉറപ്പിച്ചിരിക്കുന്ന താഴത്തെ എല്ലിനെ മാൻഡിബിൾ എന്നാണ് പറയുന്നത്. ഈ പല്ലുകളൊക്കെ ഇങ്ങനെ ഒരു സ്പോഞ്ച് പോലെയുള്ളൊരു കവറിനകത്ത് ഒരു കുഴിയിൽ ഇങ്ങനെ ഉറപ്പിച്ച് വെച്ചിരിക്കുക. ഇത് അടിയിൽ നിന്ന് മുകളമായിട്ട് വരികയാണ്. കുട്ടിയായിരിക്കുമ്പോൾ അത് 5 വയസ്സിനുള്ളിൽ 20 പല്ല് നമുക്ക് വരും. 20 പല്ല്, പാൽപ്പല്ലുകൾ. അതിനുശേഷം അത് പോയി ശേഷം 6 വയസ്സിൽ തുടങ്ങിയിട്ട് അണപ്പല്ല് വന്നു തുടങ്ങും. മുമ്പിലത്തെ പല്ലുകൾ പോവും, വരും. അപ്പോൾ ആദ്യത്തെ പല്ലുകൾ ചെറുതും പിന്നെ ഉള്ളത് വലുതുമായിരിക്കും. അപ്പോൾ ഈ വലിയ പല്ലുകൾ 6 വയസ്സിൽ വരുന്ന പല്ലാണ്. ഇപ്പോൾ എന്നെ ശ്രവിക്കുന്ന 6 വയസ്സിൽ കൂടുതലുള്ള എല്ലാവരിലും 90 വയസ്സായ ആളുണ്ടെങ്കിൽ അവരുടെ വായിലിരിക്കുന്ന ആ ആദ്യത്തെ അണപ്പല്ല് 6 വയസ്സിൽ വന്നതായിരിക്കും. ഈ സത്യം നിങ്ങൾക്ക് അറിയാമോ? 6 വയസ്സിൽ വന്ന പല്ലിന് 8 വയസ്സിൽ വന്ന പല്ല് മുമ്പിലത്തെ പല്ലുമാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ചെറിയ മുഖമായിരിക്കും. അപ്പോൾ ആ വരുന്ന പല്ല് ഭയങ്കര വലുതായിരിക്കുമെന്ന് നമുക്ക് തോന്നും. അയ്യോ, ചെറിയ പല്ല് പോയിട്ട് വലിയ പല്ല് വന്നല്ലോ. അതൊരു സങ്കടകരമായ അവസ്ഥയാണ്. ഇത്ര നാളുണ്ടായ ആ ക്യൂട്ട്നെസ്, ആ കുട്ടിത്തം ഒക്കെ പോയി. അപ്പോൾ ഈ പല്ലുകൾ വരുമ്പോഴാണ് നമ്മുടെ മോണ അല്ലെങ്കിൽ എല്ല് വലുതാകുന്നത്. ആ വലുതാകുന്നതനുസരിച്ചിട്ട് ആ പല്ല് കറക്റ്റായിട്ട് പൊസിഷനാവും. അങ്ങനെ നല്ല ആർച്ച് ഷേപ്പിലാവും. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇപ്പോഴുള്ള പ്രസൻറ്റ് 25 വയസ്സിലും 50 വയസ്സിലും 90 വയസ്സിലിരിക്കുന്ന മുഖത്തിന് ഷേപ്പ് വരുന്നത്. പക്ഷേ അതിനിടയിലും നമ്മുടെ മുഖത്തിന് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓരോ വർഷവും നമ്മുടെ മുഖത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് ബോൺ ഗ്രോത്ത് നിലയ്ക്കുന്നത് നമ്മളെന്ന് മെച്യൂർ ആവണു അതനുസരിച്ചിട്ടാണ്. നമ്മൾ എത്ര വയസ്സിൽ മെച്യൂർ ആവണു? നിങ്ങളിൽ എത്ര വയസ്സിലാണ് മെച്യൂർ ആവുക? ആ മെച്യൂറായിരിക്കുന്ന പ്രായത്തിൽ, സ്ത്രീകളിലാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ തുടങ്ങുമ്പോൾ, പുരുഷന്മാരിലാണെങ്കിൽ 16, 17, ഇതിനിടയിലുള്ള ഗ്രോത്ത് സ്പേർട്സ് കഴിയുമ്പോഴാണ് നമ്മൾ മെച്യൂറായി എന്ന് പറയുന്നത്. മെച്യൂറായി കഴിഞ്ഞാൽ പിന്നെ ഈ ബോൺ ഗ്രോത്ത് നടക്കുന്നില്ല. ആ ബോൺ ഗ്രോത്ത് എന്ന് നിലയ്ക്കുന്നോ ആ പൊസിഷനിൽ പരമാവധി ആ പൊസിഷനിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ പല്ലുകൾ നിരയൊത്തതാണെങ്കിൽ അവർ നിരയൊത്തതായിട്ട് കിട്ടും. ആ സമയത്ത് നിങ്ങളുടെ പല്ലുകൾ നിരയൊത്തതല്ല എങ്കിൽ അതിനെ നമ്മൾ ചിലപ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലും പല്ലും വളരുന്നതിന് ഒരു അനുപാതമുണ്ട്. ഈ അനുപാതത്തിൻ്റെ വ്യത്യാസം, അതായത് വലിയ താടിയെല്ലുകളും ചെറിയ പല്ലുകളുമായ പല്ലുകളുടെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. വലിയ പല്ലുകളും ചെറിയ താടിയെല്ലുമായ അതിനിടയിൽ പല്ലുകൾ ഇടയിൽ ചാടി എന്ന് പറയുന്നത് ക്രമം തെറ്റും. പോകേണ്ട സമയത്ത് പല്ല് പോകുന്നതിന് കൃത്യമായ ക്രമമുണ്ട്. ആ ക്രമത്തിൽ പോയില്ലെങ്കിൽ പല്ല് ഇടയിൽ റീറ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്ത് കൂടെ വരും. വായ തുറന്ന് കിടന്നു കഴിഞ്ഞാൽ താടി എല്ല് മുകളിൽ താടി പുറത്തേക്ക് വരും. വിരൽ ചപ്പുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മളുടെ മുകളിലത്തെ താടിക്ക് വി ഷേപ്പ് ആവും. മുകളിലത്തെ പല്ലും താഴത്തെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സാധാരണഗതിയിൽ ഇങ്ങനെയാണ്. മുകളിലത്തെ പല്ല് താഴത്തെ പല്ലിനെ കവർ ചെയ്യണം. പക്ഷേ ചില കേസിൽ താഴത്തെ പല്ല് മുന്നിലേക്ക് വരും. അത് ചിലപ്പോൾ ഒരു പല്ല് മാത്രം ഇങ്ങനെ നിൽക്കും. അതോടെ മുകളിലത്തെ ഗ്രോത്ത് കൺട്രോൾഡായി പോകും, റെസ്ട്രിക്റ്റഡ് ആയി പോകും. ആ സമയത്ത് ഇത് ഇപ്പുറത്തേക്ക് ഇത് കടന്നു പോയി കഴിഞ്ഞാൽ താടിയെല്ലിന് പിന്നെ ബ്ലോക്കിലാവും, വലുതാവും. അപ്പോൾ താടിയെല്ല് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെയുള്ള ഒരുപാട് വളർച്ചാപരമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. ഇപ്പം നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ, നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ചിലപ്പോൾ ഇതിങ്ങനെ കണ്ടിട്ടുണ്ടാവാം. എന്തൊക്കെയാണ് താടി ഇത് മുന്നിലേക്ക് വരുന്നത്, മോണ ഒരുപാട് കാണുന്നത്, ഇത് താടിയെല്ല് പുറത്ത് വരുന്നത്, പല്ലുകളിന് ഇടയിൽ ചാടി നിൽക്കുന്നത്, പല്ലിൽ ബ്ലോക്കായിട്ട് നിൽക്കുന്നത്, പലതരത്തിലുള്ള നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കും എന്നെ ഇപ്പോൾ നിങ്ങൾ കാണാനായിട്ട് ഈ വെബിനാറിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിതൊരു ബോറടിപ്പിക്കുന്ന ഒരു സെഷനായിട്ട് കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഇതിനിടയിലൂടെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്തിടാം. ചാറ്റ് ബോക്സിൽ പോയി ഇടാവുന്നതാണ്. ചാറ്റ് ബോക്സിൽ ഇടുന്ന സംശയങ്ങൾക്കൊക്കെ ഞങ്ങൾ മറുപടി തരുന്നതാണ്. അപ്പോൾ ഈ ഗ്രോത്ത്, ഈ പിക്ചേഴ്സ് നിങ്ങൾക്ക് അയക്കാം. ഞങ്ങളുടെ നമ്പറുണ്ട്. ആ നമ്പറിൽ നോക്കിയിട്ട് നിങ്ങളുടെ പിക്ചേഴ്സ് അയക്കാം. ഈ പ്രശ്നത്തിന് എന്ത് ചെയ്യാമെന്നുള്ളത് നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. തിരിച്ചു വരാണ്. അപ്പോൾ നമ്മുടെ ഈ വളർച്ചയാണ് ഈ പല്ലിൻ്റെ പൊസിഷൻസ് തീരുമാനിക്കുന്നത്. അപ്പോൾ വളർച്ചയ്ക്ക് ശേഷം നമ്മൾ പല്ലൊരു ഫിക്സഡ് പൊസിഷനിലേക്കായി. അതിനകത്ത് കവിളിൻ്റെ പ്രഷർ, ചുണ്ടിൻ്റെ പ്രഷർ, നാക്കിൻ്റെ പ്രഷർ, ഗ്രോത്ത്, ഈ എല്ലാ ഫങ്ഷൻസും എല്ലാ പ്രഷേഴ്സും എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് വരുമ്പോഴാണ് ഒരു ഇക്വിലിബ്രിയം, ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വശങ്ങളെയൊക്കെയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്.
ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായ സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? സാധാരണഗതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ പല്ല് കമ്പിയിടുക എന്നുള്ളതായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. പല്ല് കമ്പിയിടുക. പല്ലിന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ചിലപ്പോൾ പല്ല് പറിച്ചായിരിക്കും, ചിലപ്പോൾ പല്ല് പറിക്കാതെ ആയിരിക്കും, കമ്പിയിടും. എന്നിട്ട് പല്ലിനെ നിരത്തതാക്കുക എന്നുള്ളതായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മൾ തുടർന്നുകൊണ്ടിരുന്ന രീതി. പിന്നീടാണ് ഇതിൻ്റെ പ്രിവെൻറ്റീവ് ഫങ്ഷണൽ അപ്ലയൻസസിലേക്ക് നമ്മൾ കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയത്. ട്രീറ്റ്മെൻറ്റൊക്കെ അന്നുണ്ടായിരുന്നെങ്കിലും നമ്മളിലേക്ക് അധികം അതിനെ ഇപ്പോഴും നമ്മൾ കൂടുതൽ ഉപയോഗിക്കാത്തൊരു മേഖലയാണ് പ്രിവെൻറ്റീവ് ഇൻ്റർസെപ്റ്റീവ് ഓർത്തഡോണ്ടിക്സ്. കാരണം അത് കുട്ടികൾക്ക് അത് അത്ര താല്പര്യം ഉണ്ടാവില്ല വയ്ക്കാനും പിടിക്കാനും. അതിൽ ചെയ്യുന്ന എന്താണ്? ഈ ബോൺ ഗ്രോത്തിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തത്. ബോൺ ഗ്രോത്തിനെ നമുക്ക് അനുകൂല ഘടകമായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? നേരത്തെ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും നമ്മൾ പറയില്ലേ ഒരുപാട് തൂങ്ങടാ അപ്പം നിനക്ക് പൊക്കം വയ്ക്കുക എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ താടിയെല്ലിനെ ഇവിടെയാണ് ഗ്രോത്ത് നടക്കുന്നത്. എപ്പോഴും നമ്മൾ താടിയെല്ലിനൊരു ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ ഇവിടെ കുറച്ചുകൂടെ ഗ്രോ ചെയ്യും. ഇവിടെ പിടിച്ച് വലിച്ചു പിടിച്ച് ഇവിടെ ഗ്രോ ചെയ്യും. അന്ന് ഇവിടെ തള്ളി പിടിച്ചാൽ അവിടെ ഗ്രോത്ത് സ്റ്റോപ്പായി നിൽക്കും. ഇവിടെ ഒരു ക്യാപ്പ് ഇട്ട് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ സ്റ്റോപ്പായിട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ബെൽറ്റ് ഇട്ട് നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോഴ്സ് വന്ന് അവിടെ നിൽക്കും. ഇവിടെ നിർത്തുകയും ഇതിനെ പുറത്തേക്ക് കടത്തുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ചെറിയ കോംപ്ലിക്കേഷൻസ്, ചെറിയ വേരിയേഷൻസൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. സോ ദിസ് ഈസ് വെയർ ഫങ്ഷണൽ അപ്ലയൻസസ് ടേക്കൺ. ഈ ഫങ്ഷണൽ അപ്ലയൻസസ് എന്ന് പറയുന്നത് അവിടെയാണ് വന്നത്. ഈ ഫങ്ഷണൽ അപ്ലയൻസസിൻ്റെ ഉപയോഗം ഇപ്പോഴാണ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ബ്രേസസ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? ബ്രേസസ് എന്ന് പറഞ്ഞാൽ ഓർത്തഡോണ്ടിക് അപ്ലയൻസസ്. പണ്ട് കാലത്ത് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഓരോന്നിനെ ഓരോന്ന് ഒട്ടിച്ച് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ബാൻഡൊക്കെ ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിന് ശേഷം സ്ട്രെയിറ്റ് വയർ എന്ന് പറയുന്ന ടെക്നിക്കിലൂടെ റബ്ബർ ബാൻഡുകൾ ഒഴിവായി. ഇതിനകത്ത് തന്നെ സെറാമിക് പല്ല് കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിലായി. സെൽഫ് ലൈഗേറ്റിംഗ്, അതായത് ഇപ്പോൾ റബ്ബർ ബാൻഡില്ല, ഷട്ടർ പോലത്തെ ഉള്ളൊരു വേർഷനായി അഡ്വാൻസ്ഡായി. കൂടാതെ പല്ലിൻ്റെ അകഭാഗത്ത് ഉൾഭാഗത്ത് പുറത്ത് കാണാത്ത രീതിയിൽ ഒട്ടിക്കുന്ന രീതിയിലായി. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 3D പ്രിൻ്റ് ചെയ്ത് നിങ്ങൾക്കിടെ പല്ലുകളുടെ മൂവ്മെൻറ്റ് പ്രീ ഡിസൈൻ ചെയ്ത് 3D പ്രിൻ്റ് ചെയ്ത് തരുന്ന ബ്രാക്കറ്റ്സ് വരെയായി. അത്രയധികം അഡ്വാൻസ് ചെയ്തു നമ്മളുടെ ഓർത്തഡോണ്ടിക്സ്. അവിടേക്കാണ് ക്ലിയർ അലൈനർ എന്ന് പറയുന്ന അലൈനർ തെറാപ്പി തുടങ്ങുന്നത്. അലൈനർ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ഓഫ് ട്രേകളാണ്. ഒരു സീരീസ് ഓഫ് ട്രേകളിൽ കൂടെ നിങ്ങളുടെ പല്ലിൻ്റെ പൊസിഷൻ പഴയതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യമായ ഒരു പുതിയ പൊസിഷനിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഈ ട്രേ ഉണ്ടാക്കിയിരിക്കുന്നത് ക്ലിയർ ആയിട്ടുള്ള ഒരു ബയോകമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഈ ട്രേ നിങ്ങൾക്ക് പല്ലുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഓരോരുത്തരുടെയും അളവെടുത്ത് അതിനനുസരിച്ച് ചെയ്യുന്നതാണ്. ഇങ്ങനൊരു ചികിത്സയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചികിത്സയിൽ നിങ്ങളുടെ പല്ലുകളുടെ ഫൈനൽ പൊസിഷൻ ഏതായിരിക്കും എന്നുള്ളത് നേരത്തെ പറയുന്നതാണ്. നേരത്തെ നിങ്ങൾക്ക് കാണാം, ഒരു വീഡിയോയിലൂടെ കാണാം. അതൊരു രസമല്ലേ? അത് ഏറ്റവും ആവശ്യമല്ലേ? കാരണം ഇത് പല്ലിൻ്റെ പൊസിഷൻ എന്തായാലും നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഒരു ട്രേയിൽ ഒരല്പം മൂവ്മെൻറ്റ് അതിനകത്ത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രെയിനകത്ത് ഒരല്പം മൂവ്മെൻറ്റ് നടക്കും 2 ആഴ്ച കൊണ്ട്. ബയോളജിക്കലി നമുക്കൊരു ഇത്തിരി മൂവ് ചെയ്യാനുള്ള, ഇത്ര സമയം കൊണ്ട് ഇത്ര മൂവ് ചെയ്യാമെന്നുള്ളൊരു ബയോളജിക്കൽ തിയറി ഉണ്ട്. അത് വെച്ചിട്ട് 2 ആഴ്ച കൂടുമ്പോൾ 15 മണി 20 ദിവസത്തിനുള്ളിൽ ഇത്ര നീക്കാം എന്നുള്ള ഒരു റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട്, ഫോഴ്സ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ട്രേ വയ്ക്കുമ്പോൾ ആ പല്ല് അത്രയും നീങ്ങും.
അങ്ങനെ ഒരു സീരീസ് ഓഫ് ട്രേസ് ആണ് വരുന്നത്. അത് നിങ്ങൾ ഓരോ 15-20 ദിവസം കൂടുമ്പോൾ നിങ്ങൾ മാറ്റണം. അത് ഓരോ കമ്പനി ഓരോ തരത്തിലാണ് പറയുന്നത്. അപ്പോൾ പുതിയ ട്രേ ഇടുമ്പോൾ വീണ്ടും ടൈറ്റാവും, വീണ്ടും മൂവ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ആ ഇഷ്ടപ്പെടുന്ന പൊസിഷനും ഇപ്പോഴുള്ള പൊസിഷനും തമ്മിലൊരു കുറച്ച് ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. ഇത്തരം ഗ്യാപ്പ് കൊണ്ടാണ് ഇത്രയും പല്ലിനെ മൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്യാണ്. ഈ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുകയാണ്. എത്ര സെറ്റപ്പ് ട്രേ വേണം, അതിനനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്ത് അതിനനുസരിച്ചിട്ടാണ് മൂവ്മെൻറ്റ് എടുക്കുന്നത്. ഇതാണ് ക്ലിയർ അലൈനർ തെറാപ്പിയിലൂടെ നടക്കുന്നത്. പല്ലിൻ്റെ മൂവ്മെൻറ്റാണ് സാധ്യമാകുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇതിപ്പോൾ പുതിയൊരു അനുഭവമായിരിക്കാം, പുതിയ അറിവായിരിക്കാം. പക്ഷേ ഇതിൻ്റെ എല്ലാ വിശേഷങ്ങളെ പറ്റി നമ്മൾ ഇതിനകത്ത് പറയും. ഇതെങ്ങനെയാണ് ചികിത്സ ചെയ്യുന്നത്, ഒരു റഫ് ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ അറിയേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നമ്മളിനി ചർച്ച ചെയ്യും. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അതിന് നിങ്ങൾ സമ്മതം മൂളുന്നതിന് മുമ്പ് അറിയേണ്ട എല്ലാ വിഷയങ്ങളെ പറ്റിയും നമ്മൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് മാത്രമാണ് ഈ ചികിത്സയെ പറ്റി തീരുമാനമെടുക്കാവൂ. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ചികിത്സാ രീതി ഡെവലപ്പായെന്നുള്ള കഥയുണ്ട്. അതായത് ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് ബ്രേസസ് ഇടാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അവനൊരു മടി, അതിന് പകരം എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഈ ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അമേരിക്കയിലാണ്. അത് ഒരു പ്രൊഡക്റ്റായി മാറി, ഒരു സോഫ്റ്റ്വെയറായി മാറി. ഇപ്പോൾ ഒരുപാട് സോഫ്റ്റ്വെയർസായി മാറി, പല കമ്പനികളായി മാറി. അത് ലോകത്ത് ഒരുപാട് പേർക്ക് ഈ ഒരു ചികിത്സ സമാധാനം നൽകുന്നുണ്ട്. 2011 മുതൽ ഈ 3D പ്രിൻറ്റിങ് ടെക്നോളജി ഇത്രയും ഫേമസ് ആവുന്നതിന് മുമ്പ് തുടങ്ങി നമ്മളിത് ചെയ്യുന്നുണ്ട്. ഓരോ മൂവ്മെൻറ്റിനുള്ള മോഡലുണ്ടാക്കി കൈകൊണ്ടാണ് ട്രേ അടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ വളരെ ടെക്നോളജിക്കലി ഓറിയൻറ്റഡ് ആയിട്ട് നമ്മുടെ നാട്ടിലെ ടെക്നീഷ്യന്മാർ ഇത് ചെയ്യുമായിരുന്നു നേരത്തെ. ഇപ്പോൾ അത് ഭയങ്കര ഈസിയായി, മൊത്തത്തിലൊരു മെഷീൻ ഓറിയൻറ്റഡായി. 3D പ്രിൻറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇപ്പോൾ എന്താണെന്ന്. നിങ്ങളുടെ പല്ലിൻ്റെ മോഡലാണ് 3Dയിൽ പ്രിൻ്റ് ചെയ്തെടുക്കുന്നത് പ്ലാസ്റ്റിക്കിൽ. ഈ എടുത്ത മോഡലിലാണ് ട്രേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ പൊസിഷനിലും ഓരോ ട്രേ ഉണ്ടാക്കും, ഓരോ മോഡൽ ഉണ്ടാക്കുന്നു, ആ മോഡലിൽ ട്രേ ഉണ്ടാക്കുന്നു. ആ ട്രേ ആണ് നിങ്ങളുടെ വായിൽ ഫിറ്റ് ചെയ്യുന്നത്. ഇതാണ് ക്ലിയർ അലൈനർ ട്രീറ്റ്മെൻറ്റ്. അലൈനേഴ്സ് ഇതിൻ്റെ ആദ്യത്തെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഇൻവിസലൈൻ എന്ന് പറയുന്ന ബ്രാൻഡിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ ഒരുപാട് ബ്രാൻഡുകൾ അതിൻ്റെ പിന്നാലെ വന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ക്ലിയർ അലൈനർ ട്രീറ്റ്മെൻറ്റ് ആർക്കാണ് ഉപയോഗം, എന്തിനാണ് ഈ ക്ലിയർ അലൈനർ ട്രീറ്റ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും അലൈനർ ട്രീറ്റ്മെൻറ്റ്, ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾ എല്ലാ മാസവും ഡോക്ടറെ കാണണം. എല്ലാ മാസവും ഡോക്ടറെ കണ്ടിട്ട് പൊസിഷനും എല്ലാം കറക്റ്റ് ആക്കണം. ഇതിന് പലപ്പോഴും നമുക്ക് പറ്റാറില്ല. കാരണം ജോലിപരമായിട്ടും പഠനമായിട്ടും ഒരു പക്ഷേ നമ്മൾ നാട്ടിൽ തന്നെ ഇല്ലാതിരിക്കും, എവിടെ പുറത്തായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ടൊരു ദിവസം വന്ന് ഡോക്ടറെ കാണാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇതൊരു നല്ല മാർഗ്ഗമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് 50 വയസ്സായി, ഇനിയിപ്പോൾ ഞാനിത് ചെയ്യണത് ശരിയാണോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പ്രായമായവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ആർക്കും കണ്ടാൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഇതിനെ ക്ലിയർ എന്ന് പറയുന്നത്. വളരെ കുറച്ച് പേർക്ക്, വളരെ സൂക്ഷിച്ച് നോക്കുന്നവർക്ക് മാത്രമാണിത് ക്ലിയർ ആണെന്ന്, ഇതൊരു ട്രീറ്റ്മെൻറ്റ് മോഡലാണെന്നും ഇതിങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നും മനസ്സിലാവുന്നു. അപ്പോൾ ഈ ഓക്വേർഡ്നെസ്സിലെ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, ഒരു അപകർഷത, ഇത് കമ്പിയിടുന്നതിൻ്റെ അപകർഷത അതില്ല. അപ്പോൾ ഇത് അങ്ങനെയുള്ള പ്രായമായ വ്യക്തികൾ, പക്ഷേ ഒരു പക്ഷേ പല പ്രൊഫഷൻസ് ഉണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തെ അലട്ടുന്ന പലരും ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ വൈദികർ, ചിലപ്പോൾ കന്യാസ്ത്രീമാർ വരെ നമ്മളുടെ അടുത്ത് ഈ ഒരു ചികിത്സയ്ക്ക് താല്പര്യം പ്രകടിപ്പിച്ച് ചോദിക്കാറുണ്ട്. മൂന്നാമത്തെ ഒരു കൂട്ടർ ടീച്ചേഴ്സ്, ഇങ്ങനെ പബ്ലിക് ഫിഗേഴ്സാണ്. പബ്ലിക് ഫിഗേഴ്സിൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പബ്ലിക് സ്പീക്കിങ്ങും പല കാര്യങ്ങൾക്കും പോകുന്നവരാണ്. അപ്പോൾ അവരെ ഈ ഒരു അവസ്ഥയിൽ
കാണാൻ പലർക്കും ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമല്ല, ഇവർ അവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ട് അവർക്ക്. അപ്പോൾ ആ ഒരു കംഫർട്ട് ലെവലിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ടീച്ചർമാർ പലരും ഉപയോഗിക്കാറുണ്ട്. അത് നാലാമത്തെ വേറൊരു വേർഷൻ സെലിബ്രിറ്റീസാണ്, സിനിമാക്കാരൊക്കെയാണ്. അവർക്ക് പല സിനിമയിലും പല റോളായിരിക്കും, പല മോഡൽസായിരിക്കും അവർ വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് കമ്പ്യൂട്ടറൊന്നും നടക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് ഇതൊരു നല്ലൊരു ആശ്വാസമാണ്. ഇത് ഉരിവയ്ക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഷൂട്ടിംഗ് സമയത്ത് അല്ലെങ്കിൽ അവർ ആവശ്യമുള്ള സമയത്ത് മാത്രം ഉരിവയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നത്. പിന്നൊരു വിഭാഗം NRIs ആണ്, പുറത്തെ രാജ്യത്തുള്ളവരാണ്, ട്രാവലേഴ്സാണ്. ഈ പുറത്തെ രാജ്യത്ത് ജീവിക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം 2 ഗുണങ്ങളാണ്. ഇവർക്കിത് വളരെ കുറഞ്ഞ ചിലവിലൂടെ കിട്ടുന്നു. ഡോക്ടറുമായിട്ട് കമ്മ്യൂണിക്കേഷൻ മാത്രം മതി, ഇതിൽ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടെക്നിക്കൽ റിമോട്ട് കൺസൾട്ടേഷൻസ് മാത്രം മതി. അങ്ങനെയുള്ളവർക്ക് ഇത് ഇവിടെ നിന്നൊരു സെറ്റ് ഓഫ് ട്രെയുമായി പോവുക, അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അടുത്ത വെക്കേഷൻ വരുമ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് ശരിയാക്കുക എന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ NRIs ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിനെ പ്രിഫർ ചെയ്യുന്നത്. കോസ്റ്റ് വൈസും ട്രീറ്റ്മെൻറ്റ് വൈസും അവർക്കിത് ചീപ്പറാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് വെച്ചാൽ റിമോട്ടായിട്ട് ഇതിനെ ചികിത്സിക്കാൻ പറ്റും എന്നുള്ളത് കൂടിയാണ്. പിന്നൊരു വിഭാഗമാണ് ഏറ്റവും അടുത്ത് കല്യാണം കഴിക്കാൻ പോകുന്നവരുണ്ട്. 3-4 മാസത്തിനുള്ളിൽ കല്യാണം വരുന്നു, അവർക്ക് കമ്പി ഇടാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും കമ്പി ഊരി കളയണം, ചിലവ് പോകും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു ചിന്ത വരുന്നവർക്ക് ഒരു ഓപ്ഷനാണ് എന്ത്, കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പോകുന്നവർക്കൊരു ഓപ്ഷനാണ്. ഇതുവരെ കമ്പി ഇട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുള്ളവർക്ക്. ഇനി ഈ എന്നെ ശ്രമിക്കുന്ന എല്ലാവരും അങ്ങനെ 4 മാസം മുമ്പ് ഇടാൻ നടക്കരുത്. ആഗ്രഹമുണ്ടെങ്കിൽ നേരത്തെ ചെയ്തു വയ്ക്കുന്നതാണ് നല്ലത് എപ്പോഴും, കേട്ടോ. അത് ബ്രേസസ് ഇട്ടാലും ഇങ്ങനെയായാലും നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പേർക്ക്, ഒരുപാട് വിഭാഗത്തിലുള്ളവർക്ക് ഈ ഒരു ചികിത്സ കൊണ്ട് കംഫർട്ടബിളായിട്ട് നിങ്ങളുടെ ചികിത്സ ചെയ്യാം എന്നുള്ളതാണ് ക്ലിയർ അലൈനർ തരുന്ന അഡ്വാൻറ്റേജസ്. അപ്പോൾ ആർക്കാണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി ഇതിനകത്ത് ഏതെങ്കിലും ഗണത്തിൽ നിങ്ങൾ പെടുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇനിയും പലർക്കും ഇതിനകത്ത് പലരും ഇൻക്ലൂഡ് ചെയ്യാം. ഇത് മാത്രമല്ല പല ലിസ്റ്റുണ്ട്, പക്ഷേ പ്രധാനമായിട്ടും ഇവർക്കാണ്. ഇനി ഏതൊക്കെ അവസ്ഥയിലാണ് ഈ ഡെൻ്റൽ അലൈനേഴ്സ് അല്ലെങ്കിൽ ക്ലിയർ അലൈനേഴ്സ് അല്ലെങ്കിൽ സ്മൈൽ അലൈനേഴ്സ് ഉപയോഗിക്കേണ്ടത്? പലർക്കും പല പ്രശ്നങ്ങളാണ്. പ്രധാനമായിട്ടും വരുന്നൊരു പ്രശ്നം പല്ലിൻ്റെ ഗ്യാപ്പാണ്. പല്ലിന് എവിടെ, കോമ്പലിൻ്റെ പിറകിൽ തുടങ്ങി പല്ലുകളുടെ ഇടയിലുള്ള എല്ലാ ഗ്യാപ്പുകൾക്കും ചികിത്സിക്കാനായിട്ട് ഈ സ്മൈൽ അലൈനേഴ്സ് അല്ലെങ്കിൽ ക്ലിയർ അലൈനേഴ്സ് ഉപയോഗിക്കാം. പല്ലുകൾ ക്രമം തെറ്റി വന്നിട്ടുണ്ടെങ്കിൽ, ഇടയിൽ ചാടി വരിക അല്ലെങ്കിൽ ക്രൂക്കഡ് ടൂത്ത് എന്നൊക്കെ പറയും, അങ്ങനെയുള്ളൊരവസ്ഥയിൽ ആ പല്ലിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കാനായിട്ട് ഈ സ്മൈൽ അലൈനേഴ്സ് ഉപയോഗിക്കാം. പല്ലിൽ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പൊങ്ങിയ പല്ലിനെ താഴ്ത്തുന്നതിന് ക്ലിയർ അലൈനേഴ്സ് ഉപയോഗിക്കാം. പല്ലിൻ്റെ ബൈറ്റ്, അതായത് കടിക്കുമ്പോൾ ഓപ്പൺ ബൈറ്റ് തുറന്നിരിക്കുകയാണെങ്കിലും അലൈനേഴ്സ് ഉപയോഗിക്കാം. പല്ലിൻ്റെ കടിയിലൊരു വ്യത്യാസം ഉണ്ടാകും, ഈ പറഞ്ഞ ക്രോസ് ബൈറ്റ്, താഴത്തെ പല്ല് കുറച്ച് മുമ്പിലേക്കൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ 1-2 പല്ലുകൾ ക്രോസ് ബൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ക്ലിയർ അലൈനേഴ്സ് ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട് ഏരിയകളിൽ നമുക്ക് ഈ ക്ലിയർ അലൈനേഴ്സ് ഉപയോഗിക്കാം. ഈ പല്ല് കമ്പിയിട്ടതിന് ശേഷം ബാലൻസ് വരുന്നൊരു ഗ്യാപ്പുണ്ട് കുറേ പേരിൽ, അവരിൽ ചെയ്യാം. പല്ലിൻ്റെ പൊക്കം താഴ്ചകളുണ്ട്, ചിലർക്ക് പറഞ്ഞാൽ താഴ്ന്നിരിക്കും, പറഞ്ഞാൽ പൊങ്ങിയിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് അലൈൻ ചെയ്യാം. ചിലർക്ക് കുറച്ച് പല്ല് പൊക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പലതരത്തിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർമാരായിട്ട് സംസാരിച്ചാൽ അതിനുള്ള കൃത്യമായിട്ടുള്ള ആൻസർ നമുക്ക് കണ്ടെത്തിയെടുക്കാം. നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഞങ്ങൾ കാണിച്ചു തരികയാണെങ്കിൽ നമുക്കതിന് ഓപ്ഷൻസ് പറഞ്ഞു തരികയും ചെയ്യാം. എന്താണ് ഇങ്ങനെ ഈ അലൈനർ ട്രീറ്റ്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജസ്? ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇൻവിസിബിളാണ്, കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. രണ്ടാമത്തത് ഇത് ഊരിയെടുക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് എന്താ ഗുണങ്ങൾ? ഹൈജീനിക്കാണ്, നമ്മുടെ ആവശ്യ സമയത്ത് എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് ഊരി വയ്ക്കാം, കംഫർട്ടബിളാണ് കുറച്ചുകൂടെ, അങ്ങനെയുള്ള ഒരവസ്ഥ.
അല്ലേ? മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് ഡെൻ്റൽ വിസിറ്റ് മതി, ഡോക്ടറുടെ വിസിറ്റ് ചെയ്താൽ മതി. അതൊരു വലിയൊരു കാര്യമല്ലേ? ജോലി കളയണ്ട, അടുത്തില്ലെങ്കിൽ നമുക്ക് ചെയ്യാം, അകലങ്ങളിലിരുന്ന് നമുക്ക് ചെയ്യാം. ഇത് തന്നെ ഞാൻ നേരത്തെ അപ്പോൾ ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജാണ്. പ്രെഡിക്റ്റബിൾ റിസൾട്ട്സാണ്. നമുക്ക് നേരത്തെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് കാണാൻ സാധിക്കുന്നു, അതിലേക്ക് പല്ലെത്തുന്നു എന്നുള്ളതാണ്. അത് കാണാനും അതനുസരിച്ചിട്ട് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ചികിത്സാ രീതിയാണ്. ഇറിറ്റേഷൻസ് വളരെ മിനിമലാണ്. പോക്കിങ്ങോ അല്ലെങ്കിൽ പെയിനോ അങ്ങനെയുള്ള ഇറിറ്റേഷൻസ് വളരെ അസാധാരണമായിട്ട് മാത്രമേ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുള്ളൂ. ഫുഡ് റെസ്ട്രിക്ഷൻസ് ഒട്ടും തന്നെ ഇല്ല. നിങ്ങൾക്ക് എന്തും കഴിക്കാം, ദൂരെ വെച്ചിട്ടാണല്ലോ കഴിക്കുന്നത്, അതുകൊണ്ട് എല്ലാം കഴിക്കാം. ക്ലീൻലിനെസ് അടിപൊളിയായിട്ട് പല്ലുകളെ ക്ലീൻ ചെയ്ത് വയ്ക്കാം, ഇതും ക്ലീനാക്കി വയ്ക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം ഒരു അഡ്വാൻറ്റേജസ് തന്നെയാണ് കമ്പയർഡ് ടു എനി അതർ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്. എന്താണ് ഡിസഡ്വാൻറ്റേജസ്? ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇതിൻ്റെ ചില ഡിസഡ്വാൻറ്റേജസ് ആണ്. ഐലൈനേഴ്സ് വെച്ചിട്ട് നമുക്ക് എല്ലാ ചികിത്സയും എല്ലാ പ്രശ്നങ്ങളെയും ശരിയാക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. പല്ലിൻ്റെ പൊസിഷനിലെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ടെക്നോളജി വളരാനുണ്ടായിരിക്കും, ആ സമയത്തായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ചികിത്സയ്ക്ക് ഉള്ള പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാത്തരം പ്രശ്നങ്ങളെയും, ദന്തനിരയുമായി പെട്ട എല്ലാ പ്രശ്നങ്ങളെയും ഈ ചികിത്സ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്നുള്ളത് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ അതൊരു ലിമിറ്റേഷനാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ബ്രേസസ് ട്രീറ്റ്മെൻറ്റ്സിലേക്ക് തന്നെ പോകേണ്ടി വരും. ചില കേസുകളിൽ ഈ നമ്മളുടെ പല്ലുകൾ തമ്മിലുള്ള കടിയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരാറുണ്ട്. അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അത് സെറ്റിൽ ചെയ്യുള്ളൂ. അതും ഒരു ഡിസഡ്വാൻറ്റേജാണ്. പിന്നെ പലരും പറയുന്നത് പോലെ എല്ലാവർക്കും ഈ ട്രീറ്റ്മെൻറ്റ് ആക്സസിബിൾ അല്ല. അതാണ് മറ്റൊരു ഡിസഡ്വാൻറ്റേജ്. കാരണം 3D പ്രിൻറ്റിങ് ടെക്നോളജി ഇത്തിരി എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റിനോട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് ഞാൻ പേഴ്സണലി കാണുന്നത്. ഇനി ഈ ട്രീറ്റ്മെൻറ്റിന് ഏതൊക്കെ ട്രീറ്റ്മെൻറ്റ്, അത് അലൈനർ ട്രീറ്റ്മെൻറ്റ് പകരമുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രേസസ് ആണ്. ബ്രേസസിൽ തന്നെ പലതരമുണ്ട്. ലിങ്കിലുണ്ട്, പല ബ്രേസസ് ട്രീറ്റ്മെൻറ്റ്സുകളുണ്ട്. അതാണ് ആദ്യത്തെ ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ്. പിന്നെയുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെനീർസ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ കോമ്പോസിറ്റ് വെനീർസ് അല്ലെങ്കിൽ സെറാമിക് വെനീർസ് ഉപയോഗിച്ചിട്ട് പല്ലിൻ്റെ ഗ്യാപ്പുകളും കുറച്ച് പൊസിഷനിങ് ഒക്കെ കറക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ളത് ക്യാപ്പ് ഇടുക എന്നുള്ളതാണ്, പല്ലിൻ്റെ ക്രൗൺസ് ഇടുക എന്നുള്ളതാണ്. ഈ 3 ആൾട്ടർനേറ്റീവ്സാണ് പ്രധാനപ്പെട്ടായിട്ടുള്ളത്. അതുകൂടാതെ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത് കാര്യം, ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റിൽ നിയമപരമായിട്ട് നമ്മൾ പറയേണ്ട കാര്യം, യു ക്യാൻ ആക്സെപ്റ്റ് ദ പൊസിഷൻ ആൻഡ് ഡോണ്ട് ഡു എനി ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഇവിടെ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി അറിയാൻ വന്നതുകൊണ്ട് ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 3 എണ്ണത്തിനെയാണ് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ഇനി ഈ ട്രീറ്റ്മെൻറ്റ് വർക്ക് ഫ്ലോ എങ്ങനെയാണെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. നിങ്ങൾ ആദ്യമായിട്ടൊരു ഡോക്ടറുടെ അടുത്ത് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നു, ഡോക്ടറെ കാണാൻ ചെല്ലുന്നു, നിങ്ങൾ സംസാരിക്കുന്നു, ട്രീറ്റ്മെൻറ്റിൻ്റെ പല വിഷയങ്ങൾ പറ്റി പറയുന്നു. ഇപ്പോൾ നമ്മൾ ഈ വെബിനാർ കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നു. ഇനി നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. അപ്പോൾ എന്താണ് ഡോക്ടർ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായ ശേഷം ഡോക്ടർ പറയും, ഇനി ഞങ്ങൾക്ക് വേണ്ടത് ഒരു ഡയഗ്നോസ്റ്റിക് സെറ്റപ്പാണ്. ഡയഗ്നോസ്റ്റിക് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മോഡൽ ഓഫ് പല്ലിൻ്റെ അളവുകൾ എടുക്കണം. അത് ചിലപ്പോൾ ഇംപ്രഷൻ മെറ്റീരിയൽ വെച്ചെടുക്കും, ചിലപ്പോൾ സ്കാൻ ചെയ്തെടുക്കും, ഡിജിറ്റൽ സ്കാനിലൂടെ എടുക്കാം. ഈ 2 തലത്തിലൂടെ അവർ അത് എടുക്കണമെന്ന് പറയും. ഇനി അവർക്ക് നിങ്ങളുടെ എക്സ്റേ വേണമെന്ന് പറയും. OPG, ഓർത്തോ പാൻഡമോഗ്രാഫ്, പാനോറമിക് എക്സ്റേ, അതെടുക്കണമെന്ന് പറയും. നിങ്ങളുടെ 6 തലത്തിലുള്ള ഫോട്ടോഗ്രാഫ്സ് വേണമെന്ന് പറയും. ഇത്രയും കാര്യങ്ങളാകുമ്പോൾ ഡയഗ്നോസ്റ്റിക് സെറ്റപ്പ് ആവുന്നത്. ഇതെന്തിനാണ്? ഈ വിവരങ്ങളാണ് ലാബോറട്ടറിയിലേക്ക്, സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ മോഡലിനെ സ്കാൻ ചെയ്ത് പല്ലിൻ്റെ അളവുകൾ, വലിപ്പം, പൊസിഷൻ, ഈ പൊസിഷനിൽ നിന്ന് ഏത് പൊസിഷനിലേക്കാണ് മാറ്റുന്നുണ്ട് എന്നുള്ളൊരു അസസ്മെൻറ്റ് നടത്തിയിട്ട് സോഫ്റ്റ്വെയറിൻ്റെ പ്രപ്പോസൽസ് ഒരു സെമി വീഡിയോ ആയിട്ട്, ഒരു ഡോക്യുമെൻ്റായിട്ട് നമുക്ക് അയച്ചു തരും. ഈ ഡോക്യുമെൻ്റ് നിങ്ങൾക്കും അയച്ചു തരും. ഇതിന് ശേഷം നിങ്ങൾ വീണ്ടും ഡോക്ടറുമായിട്ടൊന്ന് സംസാരിക്കും. ഡോക്ടറെ, ആ പൊസിഷനിലല്ല എനിക്ക് വേണ്ടത്, ചിലപ്പോൾ ഇത്രയും വേണ്ട, ഇത്രയും താഴണ്ട, അല്ലെങ്കിൽ ഇത്രയും പൊങ്ങണ്ട, ഇതില്ലെങ്കിൽ ഇത്രയോട് തിരിക്കണം, ഇങ്ങനെയുള്ള കുറച്ച്
സംസാരങ്ങൾ നിങ്ങളും ഡോക്ടറുമായിട്ട് ചെയ്യും. ഏകദേശം അതിന് വരുന്ന പ്രൈസും അതിനകത്ത് അവർ സൂചിപ്പിക്കും. ഇതിന് ശേഷം നിങ്ങളുടെ പല്ലിന് ചേരുന്ന രീതിയിൽ ഒരു ക്ലിയർ അലൈനർ ട്രേ നിങ്ങൾക്ക് അയച്ചു തരും. അത് നിങ്ങളുടെ ഫിറ്റ്, വായടകത്തുള്ള ഫിറ്റ് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ സമ്മതം മൂളിയാൽ മാത്രമാണ് അത് ചെയ്യും. ഈ ഫിറ്റ് ട്രേ വന്ന് കഴിയുമ്പോൾ നിങ്ങളത് ഇട്ട് ഒരു ശീലമാവും. നിങ്ങൾ എഗ്രി ചെയ്ത് കഴിയുമ്പോൾ ആ ഫിറ്റ് കറക്റ്റാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ലാബിലേക്ക് വിവരം അറിയിക്കുന്നു, നിങ്ങളുടെ പേയ്മെൻറ്റുകൾ ചെയ്യുന്നു, ലാബ് ഫുൾ സെറ്റ് ഓഫ് ട്രേസ് ഉണ്ടാക്കി നിങ്ങളിലേക്ക് തരുന്നു. ഇതാണ് എൻ്റെ ഒരു വർക്ക് ഫ്ലോ. ഓരോ തവണയും ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോൾ വേണ്ടുന്ന ചേഞ്ചസ് വരുത്താനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് വേണം പ്രവർത്തിക്കാനായിട്ട്. ട്രേ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് തുടങ്ങാം. പക്ഷേ ട്രേ തരുന്നതിന് മുമ്പ് ചിലപ്പോൾ ഡോക്ടർ ഒരു ചെറിയ 2 പ്രൊസീജിയർ ചെയ്യാൻ ഈ ലാബോറട്ടറിയിൽ നിന്ന് നിർദ്ദേശിച്ചതനുസരിച്ച് സ്പേസ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. ചിലപ്പോൾ ആ സ്പേസ് നമ്മൾ ഉണ്ടാക്കണം. ചില കേസിൽ പല്ല് എക്സ്ട്രാക്ട് ചെയ്യേണ്ടി വരാം. ചില കേസിൽ പല്ലുകൾക്കിടയിൽ ഒരു ചെറിയ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട്, ഈ കാണുന്ന ഇൻ്റർഡെൻ്റൽ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് സ്പേസ് ഉണ്ടാക്കും. ഈ സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം ആ സ്പേസിലേക്ക് പല്ലിനെ താഴ്ത്തും. ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ തരുന്ന സിമുലേഷൻ വീഡിയോടൊപ്പം തരുന്ന ഡോക്യുമെൻറ്റിലുണ്ടാവും. ഡോക്ടറോട് സംസാരിച്ച് കഴിയുമ്പോൾ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷമാണ് ഫൈനലായിട്ടുള്ള ട്രേ അളവെടുത്തിട്ട് വേണം ട്രേ ഉണ്ടാക്കാനായിട്ട്. സംഗതി പിടികിട്ടിയോ? നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഫ്ലോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഈസ് പ്രൊവൈഡഡ് ടു ഗീവ് യു ആൻ ഇൻഫോംഡ് കൺസെൻറ്റ് ടു സ്റ്റാർട്ട് ദ ഡെൻ്റൽ അലൈനർ ട്രീറ്റ്മെൻറ്റ്. എന്താണെന്ന് മനസ്സിലായോ? ഇൻഫോംഡ് കൺസെൻറ്റ് കൊടുക്കുന്നതിന്, അതായത് നിങ്ങൾ ചികിത്സ സമ്മതപത്രം കൊടുക്കുന്നതിന് മുമ്പ് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. യു ഷുഡ് ബി അവെയർ ഓഫ് ദ ഡെൻ്റൽ അലൈനർ തെറാപ്പി ലൈക്ക് എനി അതർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി ഹാസ് ഇൻഹെറൻറ്റ് റിസ്ക് ആൻഡ് ലിമിറ്റേഷൻസ്. ഏത് ചികിത്സയിലും ഉള്ള പോലെ തന്നെ ഒരു ലിമിറ്റേഷനുള്ള അല്ലെങ്കിൽ റിസ്ക് ഇൻവോൾവ് ചെയ്ത ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ഡെൻ്റൽ അലൈനർ തെറാപ്പി. കൂടാതെ ഡെൻ്റൽ സയൻസ് ഇസ് നോട്ട് ആൻ എക്സാക്ട് സയൻസ് ലൈക്ക് മാത്തമാറ്റിക്സ്. റിസൾട്ട്സ് മേ വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് പ്രോബ്ലം, സിവിയറിറ്റി ആൻഡ് ഓറൽ കണ്ടീഷൻസ്. അതായത് ഒരു വ്യക്തിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട്സ് മാറാം. ഒരാൾക്ക് നിങ്ങളുടെ സുഹൃത്തിന് ശരിയായി, നിങ്ങളുടെ സഹോദരന് ശരിയായി എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ശരിയാവണമെന്നില്ല. നിങ്ങളുടെ ഒരു പല്ല് മൂവ് ചെയ്തു, പക്ഷേ മറ്റേ പല്ല് മൂവ് ചെയ്യണമെന്നില്ല. അത്തരത്തിലുള്ള ഒരു ഫാക്ടർ ഇതിനകത്തുണ്ട്. സിവിയറിറ്റി, ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആൻഡ് ഓറൽ കണ്ടീഷൻസ് എല്ലാം അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇൻ ജനറൽ ഒരു ഡെൻറ്റിസ്റ്റിനെ സംബന്ധിച്ചോളം വിൽ ബി പ്രൊവൈഡിങ് യു വിത്ത് ദ പ്രെഡിക്റ്റീവ് റിസൾട്ട്സ് വിത്ത് ഓൾ റെക്കമെൻഡേഷൻസ്. നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് തരാനായിട്ടായിരിക്കും നമ്മൾ ഞങ്ങളുടെ റെക്കമെൻഡേഷനോട് ശ്രമിക്കുന്നത്. യു മസ്റ്റ് ബി ബാലൻസ്. നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് മുമ്പേ യു മസ്റ്റ് ബാലൻസ് ദ ട്രീറ്റ്മെൻറ്റ് വിത്ത് ദ നോൺ ട്രീറ്റ്മെൻറ്റ് അഗെയിൻസ്റ്റ് ദ റിസ്ക് ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഇൻ അവർ ഒപ്പീനിയൻ ദ റിസ്ക് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് ആർ നോട്ട് ഇനഫ് ടു റൂൾ അഗെയിൻസ്റ്റ് പ്രൊസീഡിങ്. നെവർതലെസ് യു ഷുഡ് കൺസിഡർ ദം കെയർഫുള്ളി ബിഫോർ യു മേക്ക് ദ ഫൈനൽ ഡിസിഷൻ. ദാറ്റ് ഇസ് ദ പോയിന്റ്. റിസ്ക് ഉണ്ടാവാം എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനെ തള്ളിക്കളയേണ്ട. നിങ്ങൾ അതൊക്കെ കൺസിഡർ ചെയ്തതിന് ശേഷം ഫൈനൽ ഡിസിഷനിലേക്ക് പോകേണ്ടത്. പ്ലീസ് നോട്ട് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ലിസ്റ്റ് എവറിത്തിങ്. എല്ലാം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഫോളോയിങ് ലിസ്റ്റ് ഈസ് നോട്ട് നെസസറിലി കംപ്ലീറ്റ്. ഞങ്ങൾ പറയാൻ പോകുന്ന പല കാര്യങ്ങളും കംപ്ലീറ്റ് ആവണമെന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം അടുത്തേക്ക് പോകണം. മനസ്സിലായോ? നിങ്ങൾക്കിപ്പോൾ അറിയാം എന്താണ് ഡെൻ്റൽ അലൈനർ എന്നുള്ളത്, ക്ലിയർ അലൈനേഴ്സ് എന്താണെന്നുള്ളത്, സ്മൈൽ അലൈനർ എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇനി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് കണ്ടത്. ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് വിൽ നോട്ട് ബി കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ അൺലെസ് യു കംപ്ലൈ വിത്ത് ദ റെക്കമെൻഡേഷൻസ് ആൻഡ് ഡയറക്ഷൻസ്. ഒരു ട്രീറ്റ്മെൻറ്റും, പ്രത്യേകിച്ച് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്, നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിനെ പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. കാരണം ഈ ട്രേ ഒക്കെ നിങ്ങൾക്ക് തന്നുവിടുകയാണ്. നിങ്ങളത് കൃത്യമായിട്ട് ഉപയോഗിക്കണം. 24 മണിക്കൂറിൽ 23 മണിക്കൂർ നിങ്ങൾ ഉപയോഗിക്കണം. എങ്കിൽ മാത്രമാണ് കൃത്യമായ മൂവ്മെൻറ്റ്സ് നടക്കുള്ളൂ. കാരണം കണ്ടിന്യൂസ് ഇൻ്റർമീഡിയൻറ്റ് ഫോഴ്സ് കിട്ടിയാൽ മാത്രമാണ് പല്ല് മൂവ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല. യു മസ്റ്റ് വെയർ ദ അലൈനേഴ്സ് 20 to 22 hours പെർ ഡേ ഫോർ ദം ടു ബി എഫക്റ്റീവ്. അതാണ് പ്രധാനപ്പെട്ട കാരണം. കൃത്യമായിട്ട് വെക്കണം. പലപ്പോഴും കുട്ടികളിലാണ് അത് കാണാത്തത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ട്രേ നഷ്ടപ്പെടുന്നോ ട്രേ ബ്രേക്ക് ചെയ്യുന്നതോ നമ്മുടെ പല്ലിന് ആവശ്യമായ ഫോഴ്സ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീഷൻ ആവില്ല. യു മസ്റ്റ് ബി അവെയർ ഓഫ് the loss or breakage of aligner may affect your treatment completion. Some patients require bonded aesthetic attachments. അതായത് പല്ലിൻ്റെ ഈ തുമ്പിലൊക്കെ ചെറിയ ബട്ടൺ പോലെയുള്ള സംഗതികൾ നമ്മൾ ഒട്ടിച്ച് വയ്ക്കും. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മൂവ്മെൻറ്റ്സ്, എക്സ്ട്രാ മൂവ്മെൻറ്റ്സും ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ചിലരിൽ അത് വേണ്ടി വരും. മിക്കവാറും ഇപ്പോൾ നമ്മൾ എല്ലാ കേസിലും ചെയ്യേണ്ടത്, കാരണം പല്ലിൽ കുറച്ചുകൂടെ കൺട്രോൾ, മൂവ്മെൻറ്റ്സ് കുറച്ചും കൂടെ കൺട്രോൾഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചില എസ്തെറ്റിക്സിനെ കുറച്ച് ബാധിക്കുമെങ്കിലും, പക്ഷേ ഇറ്റ് വിൽ ബി മോർ എഫക്റ്റീവ് ഫോർ ദ teeth to facilitate specific directional movements. Each aligner is fully covers the tooth and it's virtually invisible in space. അതായത് എല്ലാ അലൈനർ ട്രേകളും മൊത്തം പല്ലുകളെ കവർ ചെയ്യും, അത്ര കാണാനും പറ്റില്ല എന്നുള്ളതാണ്. യു ടിപ്പിക്കലി വെയർ ദ അലൈനേഴ്സ് ഇൻ പെയർസ്. അത് താഴത്തെ മുകളിലത്തെ ഒരുമിച്ച് വൺ ഓൺ യുവർ അപ്പർ ആൻഡ് വൺ ഓൺ യുവർ ലോവർ ടീത്ത്. അത് മുകളിലും താഴത്തും പെയറായിട്ടായിരിക്കും മിക്കവാറും എല്ലാ അലൈനർ കേസുകളിലും ചെയ്യുക. ചിലരിൽ മുകളിൽ മാത്രം ഇട്ടാൽ മതിയാവും, അങ്ങനെയുള്ളവരിൽ അത് മാത്രം ഇടാന്നുള്ളൂ. മനസ്സിലായോ? ടോട്ടൽ നമ്പർ ഓഫ് ട്രേസ് അലൈനേഴ്സ് വേരീസ് ഡിപ്പെൻഡിങ് ഓൺ കോംപ്ലക്സിറ്റി ഓഫ് യുവർ ഓർത്തഡോണ്ടിക് പ്രോബ്ലം. നിങ്ങളുടെ ഫങ്ഷണൽ പ്രോബ്ലത്തിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ടാണ് നമ്പർ ഓഫ് ട്രേസ് കൂടുന്നത്. ദ അലൈനർ ആർ ഇൻഡിവിജ്വലി നമ്പേർഡ് ആൻഡ് വോൺ ഇൻ സീക്വൻസ്. അതായത് എല്ലാ അലൈനറിൻ്റെയും പാക്കറ്റിൽ നമ്പർ ഉണ്ടാവും, അത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ വേണം, നമ്പർ അനുസരിച്ച് വേണം വെയർ ചെയ്യാൻ. വെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ എടുത്ത ആ പാക്കറ്റിൽ തന്നെ വെക്കുകയും ചെയ്യണം, കളയരുത്. യു ഷുഡ് നോട്ട് ലൂസ് any aligners even after the treatment. You should keep it with you. Remove your aligners majorly to eat, drink and clean your teeth. Only when you eat, കഴിക്കാനും കുടിക്കാനും ക്ലീൻ ചെയ്യാനും പല്ല് ക്ലീൻ ചെയ്യാനും വേണ്ടി മാത്രമാണ് ഇത് ഊരാൻ പാടുള്ളൂ. ഡു നോട്ട് ഗോ ഫോർ സ്വിമ്മിങ് വിത്ത് ദിസ് അലൈനേഴ്സ്. കാരണം എണ്ണലിൻ്റെ അകത്ത് വെള്ളം കയറി ചിലപ്പോൾ അത് ഊരി വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ചിലപ്പോൾ വിഴുങ്ങാനോ അല്ലെങ്കിൽ നഷ്ടപ്പെടാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. മനസ്സിലായോ? So approximately every 2 to 3 weeks you will switch to the next aligners in the series. അതായത് 15-20 ദിവസം കൂടുമ്പോൾ നിങ്ങൾ പുതിയ ട്രെയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. Your dentist has to monitor you from distance. So remote consultations ആവശ്യമാണ്. ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് you have to report to him through the photographs or whatever you have to tell them. You need to be updated with the protocols. So these are majorly your responsibilities to clean up hygiene, and I will come to the hygienic part and other things on the next session. Okay, next thing you should know is about your monoരോഗങ്ങൾ, tooth decay, that is periodontal problems, tooth decay and decalcification which happens through the treatments. Normally the bacteria present in the plaque, the white sticky material consistently forming on the tooth surface after you eat food. അത് ഫുഡ് കഴിച്ചതിന് ശേഷം നിങ്ങളുടെ വായിലുണ്ടാകുന്ന പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പ്ലാക്കിൽ will damage the tooth surface, and if the plaque is not removed several times each day through the brushing, flossing or rinsing. This damage includes tooth decay, permanent white discalcification, marking. ഇത് പൊതുവെ അലൈനർ ട്രീറ്റ്മെൻറ്റിൽ കുറവാണ്. ബട്ട് നിങ്ങൾ ഈ ട്രേ വെച്ച് കഴിച്ചാൽ, അല്ലെങ്കിൽ ട്രേ ക്ലീൻ ചെയ്യാതെ നിങ്ങൾ ട്രേ എടുത്ത് വെച്ചാൽ ഒക്കെ ഉണ്ടാകാവുന്നൊരു സാധ്യതയാണ്, അത് ഡീകാൽസിഫൈ ചെയ്യാനുള്ള സാധ്യത. കൈൻഡ്ലി മിനിമൈസ് ദ എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഷുഗർ ഇൻടേക്ക് വൈൽ യു അണ്ടർഗോയിങ് അലൈനർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഷുഗർ എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഏത് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് കുറച്ച് കുറയ്ക്കണം നല്ലതായിരിക്കും. ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു കീപ് ദ ടീത്ത് ക്ലീൻ. ഇറ്റ് ഈസ് ഓൾവേസ് ഇത് മറ്റേ ബ്രേസസ് ഇടുന്നതിനേക്കാളും ഹൈജീനിക് ആയിരിക്കും, പക്ഷേ യു നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് വെൽ പ്രാക്ടീസ്. Brushing the teeth after every meal is preferable, at least twice a day, morning and before going to bed is advised. അപ്പോൾ you can brush without paste, just to brush the teeth after food, it is advised. Treatment goals and treatment completions. To establish realistic and achievable goals for the treatment. കണ്ടോ, നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിരിക്കണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് അൺറിയലിസ്റ്റിക് ആയിട്ട് എക്സ്പെക്റ്റേഷൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ വിത്ത് അലൈനേഴ്സ്. അതെപ്പോഴും ഡോക്ടറുമായിട്ടുള്ള കൺസൾട്ടേഷനിൽ ഇത് മനസ്സിലാക്കാൻ പറ്റും. വി ഡിസൈഡ് ടു ഗിവ് യു ദ ബെസ്റ്റ് ഓൾവേസ് ആസ് പോസിബിൾ, ബട്ട് നോട്ട് അൺറിയലിസ്റ്റിക്. ഇഫ് അൺഫോർസീൻ ഫാക്ടേഴ്സ് മേ ഇൻ്റർഫിയർ വിത്ത് ദ ട്രീറ്റ്മെൻറ്റ് ഔട്ട്പുട്ട്സ്, ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ടു ബി ഇംപ്ലിമെൻറ്റഡ്. അത് ചില കേസുകളിൽ നമ്മൾ വിചാരിച്ച മൂവ്മെൻറ്റ് നടക്കില്ല. ദാറ്റ് ഇസ് വാട്ട് ഐ വാസ് മെൻഷനിങ് ബിഫോർ. അങ്ങനത്തെ കേസിൽ ചിലപ്പോൾ റെഗുലർ അല്ലെങ്കിൽ നമ്മുടെ കൺവെൻഷണൽ ബ്രേസസ് ഒട്ടിച്ച് തന്നെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ബ്രാക്കറ്റിലിട്ട് പല്ലുകൾ അടുപ്പിക്കേണ്ടി വരും. ഈ ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റിന് ഈ അലൈനർ ട്രീറ്റ്മെൻറ്റ് കോംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അതൊരു കേസുകൾ നേരത്തെ അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ നേരത്തെ അത് ഡോക്ടർ സൂചിപ്പിക്കും. അതിനുശേഷം ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടായിരിക്കും അത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. യു ഹാവ് ടു എഗ്രി വിത്ത് ദാറ്റ്. അതാദ്യമേ ഇത് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ബട്ട് ഇറ്റ് ഈസ് വെരി റെയർ ആൻഡ് ബട്ട് യു ഷുഡ് നോ അബൌട്ട് ഇറ്റ്. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് ഡ്യൂറേഷൻ. എത്ര കാലാവധിയാണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇൻഡിവിജ്വൽസ് vary considerably in their response to orthodontic forces. So the treatment time will also vary. കാരണം ചിലരുടെ ബോൺ ഭയങ്കര കട്ടിയായിരിക്കും, ചിലവരുടെ പല്ല് മൂവ് ചെയ്യില്ല, ചിലരുടെ പ്രശ്നങ്ങൾ പല്ലുകളുടെ ടൈറ്റ്നസ്, പല കാര്യങ്ങളുണ്ട്.
അതുകൊണ്ട് ചിലപ്പോൾ മൂവ്മെൻറ്റ് വളരെ സ്ലോ ആയിരിക്കും. അത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പുവർ കോപ്പറേഷൻ ഇൻ വെയറിംഗ് ദ അപ്ലയൻസസ് ഫോർ ദ റിക്വയർഡ് ഹവേഴ്സ് പെർ ഡേ, കൃത്യമായിട്ടുള്ള സമയം ഇട്ടില്ലെങ്കിൽ, poor oral hygiene, broken or lost appliances, other factors which can lengthen the treatment duration, can adversely affect the quality and end result as well. അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൻ്റെ അകത്ത് റിസൾട്ടും മോശമാവും, ഡ്യൂറേഷൻ കൂടും, പോസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പീരീഡ് സപ്പോർട്ടും കുറയും. മനസ്സിലായോ? അതായത് സപ്പോർട്ട് കെയർ വരും കുറച്ചും കൂടെ. നിങ്ങളിങ്ങനെ ഉഴപ്പുന്നവരായിട്ട് നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പേര് മോശമാവണോണ്ട് we make sure that you wear it properly and finish it at the stipulated time. ആ സമയത്തിന് തീർക്കണം, നന്നായിട്ട് ഇടണം, കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ട്രീറ്റ്മെൻറ്റ് ഷാൽ ബി കംപ്ലീറ്റഡ് ഇൻ സ്റ്റിപ്പുലേറ്റഡ് ആൻഡ് പ്രൊപ്പോർഷനേറ്റ് ടു ദ നമ്പർ ഓഫ് അലൈനർ ട്രേ. കാരണം ഒരു ട്രേ 15 മണി 20 ദിവസമാണ് രാത്രിയും പകലിടുന്നവർ ഇടുന്നതെങ്കിൽ മറ്റേ ഒരു മാസം ഇടേണ്ടി വരും രാത്രി മാത്രം ഇടുന്നവർ. അതനുസരിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് തീർക്കണം. ഒരേപോലെ ഇടാൻ പറ്റുള്ളൂ. അതനുസരിച്ച് ആ സമയത്തിനനുസരിച്ച് തീർന്നില്ലെങ്കിൽ വി ഡോണ്ട് ടേക്ക് എനി റെസ്പോൺസിബിലിറ്റി. കാര്യം ഞങ്ങൾ 6 മാസത്തേക്കുള്ള ട്രേ തന്നിട്ടുണ്ടെങ്കിൽ 6 മാസത്തിനുള്ളിൽ അത് തീർന്നിരിക്കണം. മൂവ്മെൻറ്റ് അതുപോലെ ആയിരിക്കണം. 6ാമത്തെ മാസം 6ാമത്തെ ട്രേ ഫിറ്റായിരിക്കണം. അതുപോലത്തെ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് അയക്കേണ്ടി വരും. വാട്ട് ഐ വാസ് സേയിങ് ഈസ്, if we have given you 6 months treatment plan, after 6 months your entire tray should be fitting and the last tray should be fitting to you and you should take a photograph and send to us. So that is how it is. 6th tray, the last tray has to be finished in the stipulated time. Otherwise it is a lag in treatment. ചിലരിൽ നേരത്തെ unless and until you report it, we don't know. So we don't have to have a conflict of understanding in the later days. So that is about the duration. The treatment enamel reduction and removal. How to create space. Space normally നടക്കുന്നത് എക്സ്ട്രാക്ഷനിലൂടെ അല്ലെങ്കിൽ ഇനാമൽ റിഡക്ഷനിലൂടെയാണ്. ഇൻ്റർപ്രോക്സിമൽ റിഡക്ഷൻ എന്നാണ് പറയുന്നത്. ഇൻ്റർപ്രോക്സിമൽ ഇനാമൽ റിഡക്ഷൻ ഇസ് ഓർ തിന്നിങ് ദ വിഡ്ത്ത് ഓഫ് ദ ടീത്ത്. പല്ലിൻ്റെ വിഡ്ത്ത് ഒരു തിന്നായിട്ട് കളയും. ഈസ് ഓഫൺ എ പാർട്ട് ഓഫ് ഡെൻ്റൽ അലൈനർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ദാറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് സ്പേസ് ടു മൂവ് ദ ടീത്ത് ഇൻ ടു ദ കറക്റ്റ് പൊസിഷൻ, കറക്റ്റ് അലൈൻമെൻറ്റ്. അതിനുവേണ്ടി ചെയ്യുന്നതാണ്. അതായത് പല്ലിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയ ഒരു നഖത്തിൻ്റെ കനത്തിൽ 0.01, 02, 03, 04 up to 0.5 millimeters length width കുറയ്ക്കും. So that we create a space and tooth is moved. The enamel removed with slow speed drill or with a sandpaper disc or strips or something like that, we recur, which may not recur anesthesia. Anesthesia വേണ്ട, ഇഞ്ചക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, പുളിപ്പില്ലാത്ത രീതിയിൽ ചെയ്യണം. അതിനുശേഷം അതിന് റിപ്പയർ ചെയ്യാനുള്ള ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉപയോഗിച്ച് അവിടെ സീൽ ചെയ്യണം. അത് യു ഹാവ് ടു കീപ്പ് ഇറ്റ് ക്ലീൻ ആസ് വെൽ. സോ അത് ക്ലീനായിട്ട് ക്ലീപ്പ് ചെയ്യാനായിട്ടുള്ള ഫ്ലോസിങ് ആ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ എടുക്കേണ്ടതാണ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് enamel is lost and enamel repair has to be done there. So supportive things will be providing you. Okay. So there is accessories for the treatment. That is attachment. As I said, some attachment has to be put on the tooth. So like little bumps on the tooth surface, acrylic white colored attachments glued to the tooth, to the front or back or side. So the tooth in a grip it and track it to make it move to the side or rotate the tooth or something. Some unusual movements is required. We need to have attachments. Sometimes it gives more grip to the tooth, even if it is not there is, even if there is no much movements to be done, you know. So attachment has to be a part of the treatment. That is an accessory. You must remind personnel at your family dentist office that these bumps are part of your treatment and should only be removed by the doctor when your dental aligner treatment is complete. Sometimes it get lost in between. That we advise you to reattach it. If you are away, it is difficult, so we just leave it like that. If you can do that, we give the aligner attachment model so that you can keep reattaching it with your dentist nearby. So these are the things about accessories and attachments. Now when you do the treatment, you will have pain, discomfort to the jaw. അതൊക്കെ ഉണ്ടാകാവുന്ന കാര്യങ്ങളാണ്. Pain, discomfort, clicking or popping in the jaws
sometimes include in orthodontic treatment. Just as anyone joint discomfort, it is possible causes ഇതിൻ്റെ കാരണങ്ങൾക്ക് പലതരത്തിലുള്ളതാണ്. We'll discuss it in detail. So if you have jaw clicking or jaw pain or movement difficulties, you should report to us. അത് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയണം, so that we can deal it with immediately. അപ്പോൾ അത് ആ ഡിസ്കംഫർട്ട് വെച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണതിൽ അർത്ഥമില്ല. ചില കേസുകളിൽ അങ്ങനെ വന്നാൽ ട്രീറ്റ്മെൻറ്റ് തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. ദാറ്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ സോ യു മസ്റ്റ് മേക്ക് ഷുവർ വി ഹാവ് ദാറ്റ് എഗ്രിമെൻറ്റ് നേരത്തെ തന്നെ. ഓക്കെ. അടുത്തത് ലോസ് ഓഫ് ടൂത്ത് വൈറ്റാലിറ്റി. പല്ലിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. കാരണം എക്സസീവ് ഫോഴ്സ് വരുമ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഫ്യൂ ഓഫ് ദ ടീത്ത് മേ ബിക്കം നോൺ വൈറ്റൽ ഡ്യൂറിങ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്. പല്ല് കമ്പിയിട്ടാലും കമ്പിയിട്ടില്ലെങ്കിലൊക്കെ, അല്ല ഒറ്റ കമ്പി ഇടുമ്പോഴൊക്കെ ചില പല്ലുകളൊക്കെ നോൺ വൈറ്റലായി പോകും. അതിൻ്റെ ജീവൻ പക്ഷേ നമ്മൾ അറിയില്ല അതൊന്നും. സോ എസ്പെഷ്യലി ഇഫ് ദ ടൂത്ത് ഹാസ് പ്രീവിയസ്ലി ഇൻജുവേർഡ്, നേരത്തെ പല്ലുകൾക്ക് എന്തെങ്കിലും ഇടി കിട്ടിയിട്ടുണ്ടെങ്കിലോ എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിലോ, അത് നേരത്തെ പല്ലടിയിലായിരുന്നുണ്ടെങ്കിലോ, സച്ച് ഏരിയാസിൽ നമുക്ക് അങ്ങനെ ഇഞ്ചുറിയൊക്കെ പറ്റിക്കുന്ന പല്ലുകളാണ് പെട്ടെന്ന് ഇതിങ്ങനെയാവുക. അത് നമുക്ക് ഒരിക്കലും ഡയഗ്നോസ്റ്റിക് പ്രോസസ്സിൽ, അതായത് വെൻ വി ഡു ഇനീഷ്യൽ എക്സ്റേസിലൊന്നും ചിലപ്പോൾ അത് പിടികിട്ടുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറയും. അല്ലാത്ത കേസുകളിൽ ചിലപ്പോൾ പിടികിട്ടാത്തതിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. മനസ്സിലായോ? റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് മേ ബി നെസസറി ഇൻ ദ ഫ്യൂച്ചർ ഇയേഴ്സ് ടു റയർലി എക്സ്ട്രാക്ഷൻ, വെരി റയർലി അത് എക്സ്ട്രാക്ട് ചെയ്യുന്നതൊക്കെ വരാം, ലൂസായി പോകും പല്ലും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോംപ്ലിക്കേഷൻ ലോസ് ഓഫ് ടൂത്ത് വൈറ്റാലിറ്റിയും ചില കേസുകളിൽ വളരെ വെരി റെയറായിട്ട് കാണാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് കോംപ്ലിക്കേഷൻ ബിഫോർ യു സ്റ്റാർട്ട് അലൈനർ ട്രീറ്റ്മെൻറ്റ്. ആൻഡ് ദ സ്പീച്ച്, അബൌട്ട് ദ സ്പീച്ച് for many patients it is difficulty for in the beginning, but they will get used to it. Orthodontic treatment temporarily affect their speech and they may experience a lisp. എയർ പോകുന്നവർ ഫീൽ ചെയ്യാം, കാരണം there will be a gap in between. Most speech impediments caused by aligners usually disappear in a few days. You have to learn to live with it. You should read the books loudly so that you will get used to it and your tongue will used to it and you will be fine with the speech. So you need to understand. നിങ്ങൾക്കത് മനസ്സിലാക്കണം. പല്ലിൽ സംസാരത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്, അത് മാറിപ്പോകുന്നുള്ളത് കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇഞ്ചുറി ഫ്രം അപ്ലയൻസ്. ഈ അപ്ലയൻസ് വെച്ചിട്ട് ചിലപ്പോൾ മുറിവുകളൊക്കെ പറ്റാം. അപ്ലയൻസ് ഇസ് ഡിസൈൻ ടു ഹാവ് മാക്സിമം എമൗണ്ട് ഓഫ് സ്ട്രെങ്ത് ആൻഡ് മിനിമം എമൗണ്ട് ഓഫ് ഇഞ്ചുറി പൊട്ടൻഷ്യൽ. അപ്പോൾ ശക്തമായിട്ടുണ്ടാണ് സാധനം ഉണ്ടാക്കിയാണ്, മിനിമൽ ഇഞ്ചുറി ഉണ്ടാവാമെന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെ അത് ഉണ്ടാക്കിയാണ്. നെവർദലെസ് ആക്സിഡൻറ്റ്സ് എപ്പോഴും ഉണ്ടാവാമല്ലോ, അത് എപ്പോഴും ഇന്നെവിറ്റബിളാണ്, നമുക്ക് തടയാൻ പറ്റില്ല ചിലപ്പോൾ. ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ഫോർ പേഷ്യൻ്റ് ടു സോളോ എ പീസ് ഓർ ഇൻഹേൽ എ പാർട്ട് ഓഫ് ദ അപ്ലയൻസ് ഓർ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതും നമ്മൾക്ക് ചില സമയത്ത് ഉണ്ടാകുന്ന കോംപ്ലിക്കേഷനാണ്. ചില പാർട്സൊക്കെ ചിലപ്പോൾ കഴിക്കും, ചിലത് ഇൻഹേൽ ചെയ്യും, ലങ്സിൽ പോവും. ഇത് ഒക്കെ റെയറസ്റ്റ് ഓഫ് റെയർ ആണ് ഞാൻ പറയുന്നത്, പേടിപ്പിക്കാൻ പറയുന്നതല്ല. ബട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ദ ഗംസ്, ചീക്സ്, ലിപ്സ് മേ ബി സ്ക്രാച്ച്ഡ്. ചിലപ്പോൾ ഐലൈനർ വെച്ച് മുറിയാനൊക്കെ സാധ്യതയുണ്ട്. ദാറ്റ് ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ടെൻഡർ സെൻസിറ്റീവ് ടീത്ത് ഷുഡ് ബി എക്സ്പീരിയൻസ്ഡ് ആഫ്റ്റർ ഈ സ്വിച്ച് ചെയ്യുന്ന ദ ട്രേസ്. വെൻ ദ ട്രേസ് ആർ സ്വിച്ച്ഡ് യു വിൽ ഗെറ്റ് എ കൈൻഡ് ഓഫ് tenderness and next aligner seriously always you get a tender tooth, and this period of tender sensitivity varies from each person. ചിലർക്കൊന്നും തോന്നില്ല, ചിലർ ചിലപ്പോൾ ഒരു പാരസെറ്റമോൾ കഴിക്കേണ്ടി വരാം. Some people may not even feel the change. Some people has to take a paracetamol or you need to soothe the tooth with the ice pack or warm saline or something like that. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരാം ചിലരിൽ. That also you should understand. Unexpected tooth problems can also happen. Occasionally the tooth becomes slightly bound ankylosed. അത് പല്ലും എല്ലും തമ്മിൽ ആയിട്ട് യോജിച്ചു പോകും, സറൗണ്ടിങ് ബോണായിട്ട് it will get ankylosed. It may not be possible to move this tooth at all. അത് നേരത്തെ ചിലപ്പോൾ അപകടം പറ്റിയ പല്ലുകൾ ഒട്ടും മൂവ് ചെയ്യില്ല. അതൊക്കെ നമുക്ക് we cannot just diagnose it in the beginning. When the tooth is not moving, then only we will understand that the change in plan, so the teeth is ankylosed. Then we have to have a change of plan of treatment may necessary if the tooth is ankylosed. Ankylosed tooth, അത് ബോണും എല്ലും തമ്മിൽ പല്ലും തമ്മിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന കേസുകളിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തന്നെ you have to change the plan. A tooth surface is a crystalline structure and like any other crystals it can have undetected defects, fracture lines in between. Enamels may also be when a patient grinds teeth excessively. കാരണം there are possibility that
the tooth has got inherent fracture when previous accident is occurred. So once the pressure is applied on the tooth, tooth may get may split up and tooth may break off. It also happens. We don't really get to know there is a fracture through X-ray sometimes because it is 2D. If it is a 3D, sometimes it is revealed. So the treatment plan has to change. We have to replan it when the tooth breaks because of the unidentified fracture on the tooth when the tooth and so that you have to understand before you give the consent. Okay, then sometimes you need to remove the tooth for creating space. Tobacco use is always a threat. Tobacco use ചെയ്യുന്നത് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ്സിൽ പരമാവധി കുറയ്ക്കുക, അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അഭിപ്രായം. You should reduce the usage or avoid the usage of tobacco while you are on an orthodontic treatment, because tobacco reduces the blood flow into the mouth and mouth tissues at a time when good flow is needed for tooth movement. Tobacco ബ്ലഡ് ഫ്ലോ കുറയ്ക്കും, കാരണം ടൂത്ത് മൂവ് ചെയ്യുന്ന ടൂത്തിന് ഹീലിങ്ങിനൊക്കെ ബ്ലഡ് വേണം. ആ സമയത്ത് ടുബാക്കോ യൂസ് ക്യാൻ റെഡ്യൂസ് ദ ബ്ലഡ് ഫ്ലോ. അത് നമുക്ക് ഹീലിങ്ങിനെ ബാധിക്കുന്നതുകൊണ്ട് try to reduce tobacco. Then general medical conditions also affects the orthodontic tooth movement. ഉദാഹരണത്തിന് ഡയബറ്റീസ് ഒക്കെ ഉള്ളവരുടെ പല്ല് ചിലപ്പോൾ ഇളകും. Diabetes can cause gum issues and it can further weaken the tooth root and tooth become mobile. So kindly update your medical conditions while the treatment is going on. ഡോക്ടറുടെ അടുത്ത് കൃത്യമായിട്ട് മെഡിക്കൽ കണ്ടീഷനിൽ എനി ചേഞ്ചസ് നിങ്ങൾ അറിയിക്കേണ്ടതാണ്. അത് നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ടിന് ബെറ്റർ എക്സ്പെക്റ്റേഷൻസിനെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലത് കാര്യമാണ്. You should inform the dentist regarding your changes in medical history, medical conditions. നിങ്ങളുടെ മെഡിക്കൽ കണ്ടീഷനിൽ എന്ത് ചേഞ്ച് ഉണ്ടെങ്കിലും ഡോക്ടറെ അറിയിച്ച് തന്നെ മുന്നോട്ട് പോകണം. അതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ബെറ്റർ ഔട്ട്കമ്മിന് നല്ലത്. റൂട്ട് റിസോപ്ഷൻ, അതിൻ്റെ വേരിനൊരു ദ്രവീകരണം വരുന്ന ഒരു അവസ്ഥയുണ്ട് പല്ല് മൂവ് ചെയ്യുമ്പോൾ. ഇത് ഓർത്തഡോണ്ടിക് ഫോഴ്സസ്, ശക്തമായിട്ടുള്ള തള്ളലും വലിക്കലൊക്കെ വരുമ്പോൾ ഇനീഷ്യേറ്റ് എ സെല്ലുലാർ റെസ്പോൺസ് ഇൻ ദ സപ്പോർട്ടിംഗ് ടിഷ്യൂ ഓൺ ദ സറൗണ്ടിങ് ഓഫ് ദ ടൂത്ത്. അതായത് പല്ലിൻ്റെ ചുറ്റുമുള്ള ടിഷ്യൂകളിൽ ഒരു റെസ്പോൺസ് ഉണ്ടാക്കും. ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് ആണ് പല്ലുകൾ മൂവ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നത്. സംടൈംസ് ദിസ് റെസ്പോൺസ് ബിക്കം കൺഫ്യൂസ്ഡ്, റിസൾട്ടിങ് ഇൻ ദ ഡാമേജ് ഓഫ് ദ എൻഡ്സ് ഓഫ് ദ ടൂത്ത് റൂട്ട്. റൂട്ടിൻ്റെ തിപ്പിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് അത് അവിടെ റിസപ്ഷൻ ഉണ്ടാക്കാൻ ചെറിയ ദ്രവീകരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യൂഷ്വലി ദിസ് എഫക്റ്റ് ഇസ് വെരി മൈൽഡ്. സാധാരണഗതിയിൽ ഇതൊരു വളരെ മൈൽഡായിട്ടുള്ള എഫക്റ്റാണ്. ചില സമയത്ത് അത് കോംപ്രമൈസ് ചെയ്യും ടൂത്തിനെ. അപ്പോൾ സംടൈംസ് റൂട്ട് ക്യാൻ എക്സ്റ്റെൻസീവ് ആയി കഴിഞ്ഞാൽ ദേ മേ എൻഡേഞ്ചർ ദ ടൂത്തിൻ്റെ പെരിയോഡോണ്ടൽ ഏരിയാസ്, അതായത് ബോൺ ആൻഡ് ഗംസ് സപ്പോർട്ട് മിനിമം ആയി പോകും. അപ്പോൾ സം പേഷ്യൻറ്റ് ആർ വെരി പ്രോൺ. കുറച്ച് പേഷ്യൻസിൽ അത് സംഭവിക്കുള്ളൂ, സം ആർ നോട്ട്, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്റ്റ്. ഇതിനെ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വി മേ വോണ്ട് ടേക്ക് പ്രോഗ്രസീവ് എക്സ്റേ. ചിലപ്പോഴൊക്കെ ചില കേസുകളിൽ നമുക്ക് എക്സ്റേസ് ചിലപ്പോൾ എടുക്കേണ്ടി വരാം. അപ്പോൾ അത് ചില സമയത്ത് അകലെ ആയിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ വി നീഡ് ടു ടേക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ടു ഗെറ്റ് ദ തിങ്സ് ഓൺ റൈറ്റ് ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ്. പോസ്റ്റ് ട്രീറ്റ്മെൻറ്റിൽ ചിലപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഇതൊക്കെ ചെയ്യണം. ഇതെല്ലാം വളരെ റെയറായിട്ടുള്ള കോംപ്ലിക്കേഷൻസാണ് കേട്ടോ. സക്സസ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്, ഈ ചികിത്സയുടെ വിജയം എങ്ങനെയാണ്, എവിടെയാണ്, ആരാണ് തീരുമാനിക്കുന്നത്? See, the dentist and the professionals will do everything possible to provide you the very best results. However, they cannot guarantee that the proposed treatment will be successful or to complete with your satisfaction. ഒരിക്കലും ഡെൻറ്റിസ്റ്റുമാർ അവരുടെ പ്രൊഫഷനെ നശിപ്പിക്കാൻ ശ്രമിക്കില്ല. അവരെല്ലാ തരത്തിലും ഏറ്റവും നല്ല ചികിത്സ നൽകാനായിട്ടാണ് 99% ഡെൻറ്റിസ്റ്റുമാരും ശ്രമിക്കുക. പക്ഷേ ചില സമയത്ത് ഇതൊന്നും ഒരു ഗ്യാരണ്ടീഡ് പ്രോസസ്സല്ല. ചികിത്സയ്ക്കൊരു ഗ്യാരണ്ടിയുമില്ല. ചികിത്സയ്ക്ക് ഗ്യാരണ്ടി ചോദിക്കുന്നതും നൽകുന്നതും നിയമവിരുദ്ധമാണ്. അപ്പോൾ ഈ ചികിത്സകൾക്ക് ഈ പ്രൊപ്പോസ് ട്രീറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട്സ്
നിങ്ങളുടെ സംതൃപ്തിക്ക് ചേർന്ന വിധമാകണമെന്നില്ല. കാരണം ആ സമയത്തായിരിക്കും നിങ്ങൾ വിചാരിച്ച പോലെ അല്ല പല്ലി അവസാനം വന്നിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ കണ്ട പോലെ ആയിരിക്കും, നിങ്ങൾ സിമുലേഷൻ വീഡിയോയിൽ പോലെ ആയിരിക്കും. പക്ഷേ അത് നിങ്ങളുടെ ഫേസിനോട് ചേർന്ന് വരുമ്പോൾ ചിലപ്പോൾ അത് നിങ്ങൾക്ക് യോജിച്ചെന്ന് നിങ്ങൾക്ക് തോന്നില്ല. അപ്പോൾ അവിടെ നിങ്ങളിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറവ് വരും. ദാറ്റ് ഈസ് ടോട്ടലി അണ്ടർസ്റ്റാൻഡബിൾ. അത് നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കേണ്ടതാണ്. ഇൻഡിവിജ്വൽ പേഷ്യൻ്റ് ഡിഫറൻസ് ക്രിയേറ്റ് എ പോസിബിലിറ്റി ഓഫ് ഇൻകംപ്ലീറ്റ് ഓർ അൺസ്റ്റേബിൾ റിസൾട്ട്സ്. ചിലരിൽ വ്യക്തിപരമായ വ്യത്യാസങ്ങൾ കൊണ്ട് ചികിത്സ ചെയ്തു കഴിഞ്ഞാലും ഇൻകംപ്ലീറ്റ് ആവാം ചിലപ്പോൾ. ചിലപ്പോൾ അതൊരു അൺസ്റ്റേബിൾ ആവാം, റിസൾട്ട് അവിടെ നിലനിർത്താനായിട്ട് ബുദ്ധിമുട്ട് വരാം. ഇതും വളരെ റെയറായിട്ടുള്ള കോംപ്ലിക്കേഷൻസാണ്. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്, വസ്തുത കൂടിയാണ്. സെലക്റ്റീവ് റീട്രീറ്റ്മെൻറ്റ് ഡ്യൂ ടു പേഷ്യൻസ് പുവർ കോർപ്പറേഷൻ മേ ബി ചാർജ്ഡ്. അതായത് നിങ്ങളുടെ പുവർ കോർപ്പറേഷൻ എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ കൃത്യമായിട്ട് വെയർ ചെയ്തില്ല, അതിനപ്പുറത്തേക്ക് പല്ല് മൂവ് ചെയ്തു പോയി, ഇങ്ങനെയുള്ള കേസുകളിൽ രണ്ടാമത് റിഫൈൻ ചെയ്യുന്നതിന് ചാർജ് ചെയ്യേണ്ടി വരും. ഒക്കേഷണലി എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ബ്രേസസ് മേ ബി റെക്കമെൻഡഡ് ടു അച്ചീവ് ദ ഒപ്റ്റിമൽ റിസൾട്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, ചില സമയത്ത് റെഗുലർ ബ്രേസസ്, കൺവെൻഷണൽ ബ്രേസസും കൂടി ഇട്ടാൽ മാത്രമാണ് ഒപ്റ്റിമൽ റിസൾട്ട് വരുള്ളൂ. അതായത് കമ്പി ഇടുന്ന പോലെ ഇടേണ്ടി വരും ചിലപ്പോൾ 2-3 മാസം, ചിലപ്പോൾ റബ്ബർ ബാൻഡ് മാത്രമാണ്, എങ്കിൽ മാത്രമാണ് നിങ്ങൾ വിചാരിച്ച റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് ചിലപ്പോൾ പറ്റുള്ളൂ. നൗ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്, സ്റ്റെബിലിറ്റി ആൻഡ് ദ ഫൈനൽ റിസൾട്ട്. സ്റ്റെബിലിറ്റി ഓഫ് ദ ഫൈനൽ റിസൾട്ട്, അതായത് നമ്മൾ ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ സ്റ്റെബിലിറ്റിയും ആ ഫൈനൽ റിസൾട്ടിനെ അവിടെ തന്നെ ഉറപ്പിച്ച് നിർത്താനുള്ള പരിപാടിയുമാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദ teeth and jaw structures are very dynamic. They are constantly changing throughout our lifetime. വായുടെ അകം ഭയങ്കര ഡൈനാമിക്കാണ്, മൂവ്മെൻറ്റ്സ് ഇഷ്ടം പോലെയാണ്, പ്രഷർ ഇഷ്ടം പോലെയാണ്, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പ്രഷറാണ്. അപ്പോൾ ഇതനുസരിച്ച് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും വായുടെ അകം. അപ്പോൾ ആ ഒരു ഏരിയയെ നമ്മൾ അങ്ങനെ തന്നെ കണ്ടാൽ മാത്രമാണ് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ റിസൾട്ടിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ദ ടൂത്ത് പൊസിഷൻസ് അച്ചീവ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് മേ നോട്ട് ബി പെർഫെക്റ്റ്ലി സ്റ്റേബിൾ അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം വിത്തൗട്ട് യുവർ സപ്പോർട്ട്. അതായത് നമ്മൾ അച്ചീവ് ചെയ്ത ടൂത്ത് പൊസിഷൻ ഒരിക്കലും പെർമനൻ്റ് അല്ല. ആ പെർമനൻസി നമുക്ക് പറയാൻ പറ്റില്ല, അത് എപ്പോഴും വേണമെങ്കിലും മാറാം. അതുകൊണ്ട് അതിനെ നമ്മൾ പെർഫെക്റ്റ്ലി സ്റ്റേബിൾ എന്ന് പറയാൻ പറ്റില്ല. The retainers that you wear will enhance the stability of the final result. But even the diligent wear of retainers may not keep your teeth exactly as they were at the end of the treatment. ഇതിനാണ് റിട്ടൻഷൻ ഫേസ് എന്ന് പറഞ്ഞിട്ടൊരു ഫേസ് ഉണ്ട്. റിട്ടൻഷന് വേണ്ടിയിട്ട്, അത് ആ റിട്ടൈൻ ചെയ്ത് ആ പല്ലിനെ ആ പൊസിഷനിൽ നിർത്തുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണത്. നിങ്ങളുടെ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റ് ടു ദ റിട്ടൻഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ എത്രയും നന്നായിട്ട് റിട്ടൻഷൻ ഇട്ടാൽ പോലും ചില സമയത്ത് വായിലെ പ്രഷറുകൾ കൊണ്ട് പല്ലിനെ മൂവ് ചെയ്യും, അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് പല്ല് മൂവ് ചെയ്യും, അല്ലെങ്കിൽ ഗം പ്രോബ്ലം കൊണ്ട് പല്ല് മൂവ് ചെയ്യും. അപ്പോൾ ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ഡസ് നോട്ട് മേക്ക് യു ഇമ്മ്യൂൺ ടു ദിസ് പ്രോസസ്സ്. മനസ്സിലായോ? ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും ഇതിനെ നിങ്ങളെ ഈ മൂവ്മെൻറ്റ്സിനെതിരെ ഇമ്മ്യൂൺ ആക്കുന്നില്ല. അത് നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. മെച്ചുറേഷണൽ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ആഫ്റ്റർ ആക്റ്റീവ് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് മേ ആൾട്ടർ ദ ക്വാളിറ്റി ആൻഡ് എൻഡ് റിസൾട്ട് ഓഫ് ദ അഡോളസൻസിൻ്റെ റിസൾട്ട്. അതായത് അഡൾസൻസ് ആയിരിക്കുന്ന കുട്ടികൾ അഡൾട്ടാവുന്ന സമയത്ത് ആ മെച്ചുറേഷനിൽ വരുന്ന വ്യത്യാസങ്ങൾ, നമ്മളുടെ ബോണിലുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ ഈ റിസൾട്ടിനെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാറുണ്ട്. ഓൺഗോയിങ് വെയർ ഓഫ് റീറ്റൈനേഴ്സ് വിൽ മിനിമൈസ് ഓൾ ദിസ് ചേഞ്ചസ്. അതായത് നിങ്ങൾ എപ്പോഴും ഈ കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്ന, റീറ്റൈനേഴ്സിനോട് കാണിക്കുന്ന കമ്മിറ്റ്മെൻറ്റ് ഈ ചേഞ്ചസ് ഒക്കെ തരും. മനസ്സിലായി? മിനിമൈസ് ചെയ്യും. മനസ്സിലായോ? If you decide to stop wearing the retainers at some point, your teeth position may change and the problems may rematch, especially in the lower arch. നിങ്ങൾ എപ്പോഴെങ്കിലും റീറ്റൈനർ നിർത്തിയാൽ ചിലപ്പോഴൊക്കെ മിക്കവാറും തന്നെ ആ ഒരു പ്രോബ്ലം തിരിച്ചു വരും, പ്രത്യേകിച്ച് താഴത്തെ പല്ലുകൾക്ക് ഇടയിൽ. അപ്പോൾ പെർമനൻറ്റ് ലിംഗൽ റീറ്റൈനർ എന്ന് പറയുന്നിട്ട് പല്ലിൻ്റെ ബാക്കിൽ ഒട്ടിക്കും. അതാണ് ഒരു പരിധിവരെ കുറേ പേര് ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് ഒട്ടിച്ച് വയ്ക്കുകയാണ് വർഷങ്ങളോളം, അതിനുശേഷം എടുത്ത് കളയാം. എ ലൈഫ് ടൈം കമ്മിറ്റ്മെൻറ്റ് ടു വെയർ റീറ്റൈനേഴ്സ്, പെർമനൻറ്റ് ബോണ്ടഡ് റീറ്റൈനേഴ്സ് മേ ബി നെസസറി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം. ഇത്തരം വിഷയങ്ങൾ, ഇത്രയും വിവരങ്ങൾ, ഇത്രയും നോളജ്
ആണ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും ഭയപ്പെടുത്താനല്ല, ഇത് എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല. എല്ലാ ഇൻഡിവിജ്വൽ റിസൾട്ട്സ് വേറി, എല്ലാവരിലും പല തരത്തിലാണ് കാണുന്നത്. പക്ഷേ ജനറലായിട്ട് നമ്മളിതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ട്രീറ്റ്മെൻറ്റിന് മുമ്പ് പോകുന്നതിന് മുമ്പ് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, അലൈനർ ആയിക്കോട്ടെ, നിങ്ങൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കി കൃത്യമായി പെരുമാറണം. ഇതിന് ശേഷം മാത്രമാണ് നിങ്ങൾ കൺസെൻറ്റ് കൊടുക്കുക. ഇനി നിങ്ങൾക്കുള്ള യൂസർ ഇൻസ്ട്രക്ഷനാണ്. ഓൾവേസ് റിമെമ്പർ ടു ഫോളോ ഡെൻറ്റിസ്റ്റ് ഇൻസ്ട്രക്ഷൻസ്. ഡെൻറ്റിസ്റ്റ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് ഓർത്തിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. പക്ഷേ അത് എഴുതി കിട്ടുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തരുമ്പോൾ അത് വായിച്ച് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ അലൈനേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഹൈജീൻ വേണം. നിങ്ങളുടെ വായിൽ വെക്കുന്നതാണ്, അപ്പോൾ നിങ്ങളുടെ കൈയൊക്കെ നന്നായിട്ട് ഉപയോഗിച്ച് കഴുകിയിട്ട് വേണം. വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ യു ഹാൻഡിൽ ദ അലൈനേഴ്സ് ബിക്കോസ് ഇറ്റ്സ് ഗോയിങ് ഇൻസൈഡ് യുവർ മൗത്ത്. ഹാൻഡിൽ വൺ അലൈനർ അറ്റ് എ ടൈം. ഒരു അലൈനർ ഒരു പ്രാവശ്യം ഉപയോഗിക്കുക, ഓരോ അലൈനറായിട്ട് എടുക്കുക കേട്ടോ. അലൈനറിൻ്റെ ഇൻസേർഷൻ. ഈച്ച് ന്യൂ ട്രേ മേ നോട്ട് ഫിറ്റ് ഇൻ ദ ഫ്രണ്ട് ഏരിയ ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഡയറക്ഷൻ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ അലൈനർ. ചില കേസുകളിൽ മിക്കവാറും അലൈനേഴ്സിൽ ഫ്രണ്ടിൽ ആദ്യം കറക്റ്റാവില്ല, മേ നോട്ട് ഫിറ്റ് ഇൻ ദ ഫ്രണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം പ്ലേസ് ചെയ്യാൻ. യൂസ് ദ അപ്പർ അലൈനർ ഫോർ യുവർ ടോപ്പ് ടീത്ത് ആൻഡ് ലോവർ അലൈനർ ഫോർ യുവർ ബോട്ടം ടീത്ത്. ഒബ്വിയസ്. അതെ, മുകളിലത്തെ എൻഡിന് മുകളിലത്തെ അലൈനറും താഴത്തിന് താഴത്തെ അലൈനറും, അല്ലെങ്കിൽ അത് ശരിയാവില്ല. യു മേ ഇൻസേർട്ട് ഈതർ ദ അപ്പർ ഓർ ലോവർ അലൈനർ ഫസ്റ്റ്. ഏത് വേണമെങ്കിലും ചെയ്യാം. വൈൽ ഇൻസേർട്ടിങ് ഈച്ച് അലൈനർ ജെൻ്റ്ലി പുഷ് ദ അലൈനർ over your front teeth. Then apply equal pressure using the fingertips to the top of your left and right molars, back teeth, until the aligner snaps into place. അത് ഇവിടെ നിന്ന് വയ്ക്കുക, പിന്നെ നിങ്ങൾ പ്ലേസ് ചെയ്യുക. Do not bite your aligners into position at early. They may damage them. If you experience sharp pain or significant discomfort, please contact your treating dentist immediately. So for better treatment results, prescribed wearing time 20 hours to 23 hours a day, but more hours will reduce your treatment duration. Chewing exercise aids effective tooth movements, thus should practice chewing lightly while using the aligners. Chewing lightly. 100% cooperation is expected from the patient for the better results. 100% cooperation നിങ്ങളുടെ അടുത്ത് വേണം, കോപ്പറേഷൻ വേണം നിങ്ങളുടെ അടുത്ത്. Do not use any sharp things, sharp instruments to remove the aligners. Use the fingers, nails, or you have some pickers which is given to you to remove the aligners from the back. So only use all those instruments if they are available. Immediately rinse aligners with water, shake off excess water, and store your aligner in a protective case provided to you with your travel kit. അത് നിങ്ങൾ വായിൽ നിന്ന് ഇതെടുത്തതിന് ശേഷം കഴുകണം. ഡ്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ അത് കേസിലിട്ട് സൂക്ഷിക്കണം. ഡു നോട്ട് യൂസ് എക്സസീവ് ഫോഴ്സ് ടു ബെൻഡ് ഓർ ട്വിസ്റ്റ് ദ അലൈനേഴ്സ് ടു ഗെറ്റ് ഇറ്റ് ഓഫ്. അതൊന്നും ചെയ്യരുത്, അത് ഒടിഞ്ഞു പോകും. അത് ബെൻഡ് ചെയ്ത എക്സസീവ് ഫോഴ്സ് ഉപയോഗിച്ചാൽ അത് ഒടിയാനുള്ള ചീത്തയായ സാധ്യതയുണ്ട്. ഡു നോട്ട് ഡ്രിങ്ക് ഹോട്ട് ബെവറേജസ് ഓർ സ്വീറ്റ് ബെവറേജസ്, സ്വീറ്റ് ഡ്രിങ്ക്സ്, ഷുഗറി ഡ്രിങ്ക്സ് വെയറിങ് ദ അലൈനേഴ്സ്. കാരണം നിങ്ങൾ ഹോട്ടായിട്ടുള്ള ഡ്രിങ്ക്സ് അലൈനർ വെച്ച് കഴിക്കരുതെന്ന് പറഞ്ഞ കാര്യം ട്രെയിനെ അഫക്റ്റ് ചെയ്യാം. സ്വീറ്റ് ഡ്രിങ്ക്സ് കഴിഞ്ഞാൽ ഉള്ളിൽ ഷുഗർ കയറിയിരിക്കാം, പല്ലിനെ ഡാമേജ് ചെയ്യാം. അതുകൊണ്ട് ഇത് രണ്ടും കഴിക്കരുത്. ആൻഡ് വൺ മോർ തിങ് ഐ വുഡ് ലൈക്ക് ടു സേ, ഡു നോട്ട് ഫോൾഡ് യുവർ ടിഷ്യൂസ് ഓൺ ദ അലൈനേഴ്സ് ഇൻ ദ ടിഷ്യൂ ആൻഡ് കീപ്. റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ അത് ടിഷ്യൂവിൽ പോയി അടുത്ത് വയ്ക്കരുത്. ദർ ഈസ് ഓൾവേസ് എ പോസിബിലിറ്റി ദാറ്റ് യു ത്രോ ഇറ്റ് to the bin. അപ്പോൾ അത് you must be careful. You should not keep your aligners on the table. You should always keep in the box. Okay. Now, care and maintenance of dental aligners. Clean your dental aligners prior to each insertion. You can use soft bristles toothbrush and normal toothpaste every morning, or just rinse it before insertion. Okay. Rinse each aligner thoroughly with water after each cleaning. Not with the hot water, never with hot water, but plain water. Do not use Dettol or dental cleansers or any other things or mouthwash. You should not use any of those to clean the aligners. It will damage the surface of the aligners and become dull and more choky. So it will become more visible. So make sure that you don't use any chemicals or anything on the aligner when cleaning. Do not use, as I said, there is no
hot water, never hot water. Okay, maintain proper oral hygiene. That is main instruction to give you. Remove the aligners before eating and while drinking fruit juices. Brush and floss your teeth every day. Is meals, aligners. If you have any questions regarding hygiene, mouth hygiene, contact your dentist. Regular dental checkups and cleaning is recommended. 2 dental checkups and 2 cleaning is recommended every year. At least 1 you should. So these are the hygiene instructions I would like to point out. Storing your dental aligners. We recommend you to store in the case provided when not in your mouth. This will help you to protect them from loss or damage. നിങ്ങളത് ബോക്സിലിട്ട് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ അലൈനേഴ്സ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ടിഷ്യൂവിൽ പൊഞ്ഞു വെക്കരുത് പ്ലീസ്. ഓൾവേസ് കീപ് ദ മോസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് അലൈനേഴ്സ് ഇൻ ദ പൗച്ച് with yourself. If the current aligners is lost or broken, then the treating dentist will advise you to go back to the previous one temporarily. So make sure that you keep all the aligners used one another, so that in case of any unforeseen circumstances you can go back and wear the previous one, so that the tooth position is maintained to that level. Store the trays for at least 2 years after the treatment to help to correct or prevent relapse. മനസ്സിലായോ? അത് നിങ്ങൾ 2 വർഷമെങ്കിലും സൂക്ഷിച്ച് വെച്ചാൽ ഇത് വീണ്ടും ഉപയോഗിച്ചാൽ ആ പൊസിഷനിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് യുവർ ഓറൽ ഹൈജീൻ, പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് ട്രേസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ട്രേസ് സൂക്ഷിക്കുക, ഹൈജീൻ സൂക്ഷിക്കുക, ഡെൻറ്റിസ്റ്റുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക. ദീസ് ആർ ദ മെയിൻ ഇൻസ്ട്രക്ഷൻസ് യു ഷുഡ് കീപ്പ് ഇൻ യുവർ മൈൻഡ് ആൻഡ് ഫോളോ ഇറ്റ്. താങ്ക് യു. Hope you have enjoyed this webinar and you got all the information you want. And I think I have covered everything for you to get into a informed decision making whether to do an aligner or go for conventional braces. Now you know how to proceed with it. Now you have all the details in your fingertips. So what you should do is, and if you are interested to meet us in person while you are in Kochi, or if you wish to book with us right now, you can do it today. You will be offered some gifts in the form of discounts in simulation video making to know how exactly you will look or your teeth will look or position after the treatment. So you can book it right away to avail the offer. See you soon in Kochi.